ത്രിയേക ദൈവത്തിന് മഹത്വം. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വീണ്ടും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒത്തുകൂടി. നമ്മുടെ സമയം ഒത്തിരി മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ അധിക മുഖവുരകളിൽ നിൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇന്നും പറയേണ്ടത്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് അവസാനിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സ്റ്റക്കായി പോയല്ലോ, നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുന്നു. സമയം വളരെ പോയതുകൊണ്ട് കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് പിന്നെയും ഒത്തുകൂടാം. അങ്ങനെ ഒത്തുകൂടുമ്പോൾ ഈ കാര്യങ്ങളുടെ തുടർച്ച തന്നെ പറയാമെന്ന് പറഞ്ഞാണ് അന്ന് അവസാനിപ്പിച്ചത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജുകളിൽ എന്താ നമ്മൾ പറഞ്ഞതെന്ന് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. ഒരു ഗ്രഹപാഠം ആവശ്യമാണ്. ഇന്ന് നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ പുതുതായിട്ടൊരു വ്യക്തി വന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് നല്ല ശങ്കയുണ്ട്. കാരണം അവർ ചിന്തിക്കുമ്പോൾ വാലും തലയില്ലാതെ എന്തൊക്കെയോ ഒരു പറയുകയാണെന്നാണ് അവർ വിചാരിക്കുകയുള്ളൂ. നമ്മൾ 3-4 ആഴ്ചയായിട്ട് പറഞ്ഞു വന്ന കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ പറയുന്നത്. അതിനും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷാഭദ്രതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും രക്ഷയുടെ ആഴങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്ന സമയത്താണ് പെന്തക്കോസ്ത് സമൂഹത്തിനെതിരെ ഈ ഭദ്രതാവാദത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്നയാളും ഭയങ്കരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അദ്ദേഹം ചില മെസ്സേജുകളൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ ഇടുന്നു. അതായത് പെന്തക്കോസ്തുകാരുടെ ഇടയിലുള്ള കുഴപ്പങ്ങളെന്നൊക്കെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഉപകാരമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്നേ ഉള്ളൂ. അതിന് പകരം പുള്ളി കണ്ടെത്തിയ ചില കാര്യങ്ങളിൽ പ്രമാദമായൊരു കാര്യമാണ് പെന്തക്കോസ്ത് സമൂഹത്തിലെ ആളുകൾ, വിശേഷിച്ച് സ്ത്രീകൾ, അവർ ഈ ആഭരണങ്ങളൊന്നും ധരിക്കുന്നില്ല, അഥവാ ബാഹ്യാലങ്കാരങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അങ്ങനെ അവർ ആ കാര്യത്തിൽ ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അനേകരുടെ രക്ഷയൊക്കെ തടയപ്പെട്ടു. ബൈബിളിൽ എങ്ങും ഇല്ലാത്ത കാര്യങ്ങളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു. അതുമാത്രമല്ല, പല അവസരങ്ങളിലും പല വേദികളിലും ഒക്കെ ചെറുതായിട്ട് മുട്ടസൂചിക്ക് കുത്താൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവർ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇതൊക്കെ ധരിക്കുന്ന സഹോദരന്മാരുണ്ട്. അത്തരം ആൾക്കാരെ ഒന്നും കാണുമ്പോൾ നമ്മളാരും ഒന്നും പറയാറില്ല. ഞാൻ മുന്നമേയുള്ള മെസ്സേജിൽ പറഞ്ഞു, അങ്ങനെയുള്ള പലരും എനിക്ക് സ്നേഹിതന്മാരായിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് അടുത്തിടപഴകുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് വാത്സല്യമുണ്ട്, പ്രിയമുണ്ട്. അനാവശ്യമായി അവരെ ഒന്നും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. അതേസമയം നമ്മൾ നമ്മുടെ മെസ്സേജിൽ കാര്യങ്ങളെ പറയും. അത് കൃത്യമായിട്ട് അങ്ങനെ പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയുമെന്നുള്ളതല്ലാതെ അതിനകത്തൊക്കെ പ്രതിപക്ഷ ബഹുമാനം സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പറയാറ്. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവരെ അപമാനിക്കുന്ന രീതിയിലോ അവഹേളിക്കുന്ന രീതിയിലോ ഒന്നും ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. എൻ്റെ അറിവിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകൾ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അധികമൊന്നും. ചിലരൊക്കെ ഇതൊക്കെ പറയാറുണ്ട്, കേട്ടിട്ടുമുണ്ട് ഞാൻ. എന്നാൽ ഈ തലമുറയിലെ ശുശ്രൂഷകരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവർ വളരെ പക്വതയോടും പരിജ്ഞാനത്തോടുമാണ് അതൊക്കെ കൈകാര്യം ചെയ്യാറ്. എന്നാൽ മറു സൈഡിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഈ ആക്രമണം, ഇത് ഉപയോഗിക്കാത്തവരെ, അതിനോട് താല്പര്യമില്ലാത്തവരെ, അതൊക്കെ വർജിച്ച ആളുകളെ കളിയാക്കുന്ന രീതിയിൽ വല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ഈ സമൂഹത്തിലെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഈ സമൂഹത്തിലെ വളർന്നു വരുന്ന തലമുറകൾക്ക് വേണ്ടിയും ഇതിലുള്ള സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടിയും കാര്യങ്ങളെ സ്ഥാപിക്കുകയും പറയുകയും ചെയ്യേണ്ടത് എന്നെപ്പോലെയുള്ളവരുടെ ഉത്തരവാദിത്വമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ കടന്നുപോയത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രസംഗിക്കണമെന്ന് ഒരു ഷാഡ്യവും നമുക്കില്ല. നമ്മളത് അങ്ങനെ ഡെലിബറേറ്റ്ലി പറയാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി വന്നതൊന്നുമല്ല. സാഹചര്യവശാൽ നമ്മെ ആ വഴിയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ 2-3 ആഴ്ച അടുപ്പിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ തുടർച്ചയാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ചില സഹോദരങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ചിന്ത ഉള്ളത്, മനുഷ്യന് ആശ്വാസപ്രദമായ കാര്യങ്ങൾ, അവരെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ, അവരുടെ പ്രതിസന്ധികളിൽ അവർക്ക് ഒരു കൈത്താങ്ങായി, ഒരു തലോടലായി, ഒരു വെളിച്ചമായി, അങ്ങനെയൊക്കെയല്ലേ പ്രസംഗത്തിൽ കൊണ്ടുവരേണ്ടത്. ഇത് ആഴ്ചകളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനെനിക്കുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. അങ്ങനെ കൈത്താങ്ങാനും തലോടാനും ലക്ഷോപലക്ഷം പാസ്റ്റർമാരുണ്ട്. ഇപ്പം നമ്മൾ ഈ പ്ലാറ്റ്ഫോം തുറന്നു വെച്ചിട്ട് ഇതിലൂടെ പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ പറയുവാനാണ് പരിശ്രമിക്കുന്നത്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ വിശുദ്ധന്മാരുടെ ജീവിതം, അവരുടെ പ്രായോഗിക ജീവിതം, അവരെങ്ങനെ മുൻപോട്ട് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വരികയാണ്. നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിലെ മറ്റാളുകൾ തന്നെ നിങ്ങളോട് ചിലപ്പോൾ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഫലപ്രദമായി എല്ലായ്പ്പോഴും മറുപടി കൊടുക്കാൻ കഴിയണമെന്നൊന്നുമില്ല.
അതുകൊണ്ടാണ് ദൈവം തൻ്റെ ദാസന്മാരെ ആക്കി വെച്ചിരിക്കുന്നത് തൻ്റെ ജനത്തെ ഉത്തേജിപ്പിക്കാനും ഉത്ബോധിപ്പിക്കാനും കാര്യങ്ങളെ തിരിച്ചു കൊടുക്കുവാനും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഗഹനമായ ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇടമാണ്. മനുഷ്യരുടെ സങ്കടങ്ങളും വേദനകളും അതൊന്നും കാണാതെ കണ്ണടച്ചിരിക്കുന്നവരുമല്ല. ഞാൻ ഇതിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ 2-3 കുടുംബങ്ങൾ ഇങ്ങനെ വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രിയപ്പെട്ടവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതിന് പ്രകാരം അവർ വളരെ വൈഷമ്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പ്രതിസന്ധികളുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ, ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ ഒരു തേങ്ങലുണ്ട്, ഒരു വിഷമമുണ്ട്. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? പ്രാർത്ഥിക്കാൻ കഴിയും, അത്രമാത്രം. നീക്കുപോക്കുകളെല്ലാം കർത്താവിൻ്റെ പക്കലാണ്. ഇതെല്ലാം ഈ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ദൈവസഭ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ദുർഘടമായ അനുഭവങ്ങളിലൂടെയാണ്. ഉപദേശ പെശകുകളുടെ കൊടുങ്കാറ്റുകളാണ്. ഇത് മറിച്ചിടാൻ വേണ്ടി, അടിസ്ഥാനങ്ങളെ ഇളക്കാൻ വേണ്ടി അനേകർ കച്ചകെട്ടി ഇറങ്ങി നിൽപ്പുണ്ട്. അത് പലരും അറിയുന്നില്ല. അതുകൊണ്ട് നമുക്കതിനെ ഉറപ്പിച്ചു നിർത്തണം, നങ്കൂരം ഉറപ്പിച്ചു നിർത്തണം, ഉറപ്പിച്ചു നിർത്തണമെന്ന്. അതിനെ കുലുക്കാൻ വേണ്ടിയിട്ട് പലരും കാറ്റുകൾ അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അടുപ്പിച്ചോ, അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യും. നങ്കൂരം ഇറക്കും ഉത്തരഗിരിയായ സിയോനിലേക്ക്. വിശുദ്ധന്മാരെ ഉറപ്പിച്ചു നിർത്തുക. നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് മണ്ടത്തരത്തിലേക്കല്ല. നമ്മൾ അനുവർത്തിക്കുന്നതും പിന്തുടരുന്നതുമായ പല കീഴ്വഴക്കങ്ങളുമുണ്ട്. പിതാക്കന്മാരിൽ നിന്നും പൂർവന്മാരിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കപ്പെട്ടതായ ഉത്തമമായ ബോധ്യങ്ങളാണ് പലതും. ആ ബോധ്യങ്ങളിൽ അടിയുറച്ച് തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അതിനെയെല്ലാം നമ്മൾ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് പരിശോധിക്കുന്നത്. ഊഹാപോഹങ്ങളിൽ പോകണമെന്നല്ല, വചനത്തിൻ്റെ പിൻബലങ്ങളുണ്ടോ, അതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, കഴിഞ്ഞ 2-3 ആഴ്ചത്തെ മെസ്സേജുകൾ കേട്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് പിടികിട്ടുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞത്. ഇങ്ങനെ ഈ മെസ്സേജുകളൊക്കെ കേട്ടതിൽ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസൻ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച കാര്യമാണ് കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചത്, അല്ലേ? കഴിഞ്ഞ ആഴ്ച തന്നെ അത് പറഞ്ഞ് പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ചെങ്കിലും പൂർത്തീകരിക്കപ്പെട്ടില്ല. അതായത് ആ ദൈവദാസൻ എന്നോട് ചോദിച്ചത്, നമ്മൾ രക്ഷയും സ്നാനവുമായി ബന്ധപ്പെട്ട് വളരെ ആഴത്തിൽ സംസാരിക്കുന്ന മനുഷ്യരാണ്. രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ ക്രൂശിങ്കിൽ രക്ഷകനെ കണ്ടെത്തുന്നു. ക്രൂശിങ്കിൽ നമ്മൾ ആരെയാണ് കണ്ടെത്തുന്നത്? ക്രൂശെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബലിപീഠമാണ്. ആ യാഗപീഠത്തെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കണ്ടെത്തുന്നു. പിതാവിൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ പിതാവ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പിൻ പ്രക്രിയകൾ വിശദീകരിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പറയുകയാണ്, നമ്മൾ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. അതായത് രക്ഷിച്ചവനോട് ചേരുവാൻ നമ്മൾ സ്നാനമേൽക്കേണ്ടതുണ്ട്, അങ്ങനെ ക്രിസ്തുവിനെ ധരിക്കേണ്ടതുണ്ട്, അങ്ങനെ മുൻപോട്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ചു വരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ തെളിച്ചു പറയുന്നത്, അവിടെയാണ് ക്രിസ്തുവിന് കർത്തൃത്വം കൈമാറുന്നത്, ലോഡ്ഷിപ്പ് കൈമാറുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കേണ്ടതായ ഗൗരവമായ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞപ്പോഴാണ് വാത്സല്യ ദൈവദാസൻ ചോദിച്ചത്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ക്രൈസ്തവ സഭയുടെ ആരംഭം കുറിക്കപ്പെട്ട സമയത്ത് ഏകദേശം 3000-നടുത്ത ആളുകൾ അന്ന് വിശ്വാസ വഴിയിലേക്ക് കടന്നു വന്നു. ആ കടന്നു വന്ന ആളുകളെയൊക്കെ പാസ്റ്റർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടാണോ അവരെ സ്നാനത്തിലേക്ക് നയിച്ചത്? അത് മാത്രമല്ല കേട്ടോ, തുടർന്ന് മുൻപോട്ട് പോകുമ്പോൾ ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയെ നമ്മൾ കാണുന്നുണ്ട്, ഷണ്ണനുമായി ബന്ധപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ് പൗലോസിൻ്റെ 2-ാം മിഷൻ യാത്ര, ആ യാത്ര അങ്ങനെ വന്ന് കൊരിന്തിൽ വരുന്നു. കൊരിന്തിൽ വന്ന ഇസ്തോസിൻ്റെ വീട്ടിൽ സുവിശേഷം പ്രസംഗിക്കുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. അവിടെയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ, ഇത്രയൊക്കെ പറഞ്ഞിട്ടാണോ ആളുകളെയൊക്കെ സ്നാനപ്പെടുത്തിയെന്നൊരു ചോദ്യമുണ്ട്. അതിനോട് ചേർത്ത് പറയുന്നൊരു കാര്യമാണ് ഫിലിപ്പിയിൽ വെച്ച് കാരാഗ്രഹ പ്രമാണിയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ആ രാത്രിയിൽ തന്നെ എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് കിട്ടുന്നത്. കാരാഗ്രഹ പ്രമാണി വിശ്വാസ വഴിയിലേക്ക് വന്നു, സ്നാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. അദ്ദേഹത്തോടും ഇതുപോലെയൊക്കെ നെടുനീളം പ്രസംഗിച്ച് ഇതുപോലെയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടാണോ സ്നാനത്തിന് കൊണ്ടുപോയത് എന്നൊരു ചോദ്യം. ആ ചോദ്യങ്ങൾക്കെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മറുപടി പറഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ വെളിയിൽ നിന്ന് വന്ന മറ്റ് ചില ചോദ്യങ്ങളും കൂടെയുണ്ട്. ആ ചോദ്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ഈ പറയപ്പെട്ട 3000 പേരാകട്ടെ, അതുപോലെ ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയിൽ ശമരിയിൽ ധാരാളം പേര് രംഗത്ത് വന്നു. പിന്നെ കൊർന്നലിയോസിൻ്റെ വീട്ടിൽ പത്രോസ് കടന്നു ചെന്നു. പിന്നെ പൗലോസിൻ്റെ മിഷൻ യാത്രകളിലേക്ക് വരുമ്പോൾ 1-ാം യാത്രയുണ്ട്, അത് കഴിഞ്ഞ് 2-ാം യാത്രയിലേക്ക് വരുമ്പോൾ ഫിലിപ്പിയിലെത്തുന്നു, അവിടെ നിന്ന് കൊരിന്തിൽ വരുന്നു. ഇവിടെയൊക്കെ അനേകർ വിശ്വാസ സ്നാനത്തിലേക്ക് വന്നു,
വരുന്നു, സഭകൾ സ്ഥാപിതമായി. പിന്നീട് 3-ാം മിഷൻ യാത്രയിൽ എഫെസോസിലേക്ക് വരുന്നു. അവിടെയും ധാരാളം പേര് രംഗത്തേക്ക് വരുന്നു. ഈ വന്ന ആളുകളെയൊക്കെ നിങ്ങൾ പറയുന്ന രീതിയിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നാൽ സ്നാനപ്പെടുത്താമെന്നൊക്കെയാണോ അപ്പോസ്തലന്മാർ പറഞ്ഞതെന്നൊരു ചോദ്യമൊക്കെയുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ചുരുക്കി പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, അതായത് ക്രിസ്തീയ സഭയുടെ ഉപദേശ സംഹിതകളുടെ ഒരു ആഴമാണ് അവിടെ തുടങ്ങി വയ്ക്കുന്നത്. അതായത് രക്ഷയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടും രക്ഷിക്കപ്പെട്ടവനെ വിശ്വാസ സ്നാനത്തിലേക്ക് നയിക്കുന്ന രീതികളുമാണ് നമ്മളവിടെ കാണുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾ കാണുന്നത് അവർ ആത്മസ്നാനം പ്രാപിക്കുന്നതുമായ കാര്യങ്ങളാണ്. അവർ അപ്പോസ്തലന്മാരോട് സഹവർത്തിക്കുന്നതും കൂട്ടായ്മ ആചരിക്കുന്നതും അപ്പം നുറുക്കുന്നതുമായ കാര്യങ്ങൾക്കാണ് പിന്നീട് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവിടെ ഊന്നൽ കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോസ്തല പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? രക്ഷയുടെ പ്രാധാന്യമാണ്. രക്ഷകനായ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ രക്ഷിച്ചവനോട് ചേരുവാനായി സ്നാനമേൽക്കേണ്ട വിധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഗൗരവമായ കാര്യം നമ്മൾ അതിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ പഠിച്ചതാണ്. അതായത് 2-ാം മിഷൻ യാത്രയോടുള്ള ബന്ധത്തിലെ ദീർഘമായ ആ പഠനം, അതായത് എവിടെ മുതലാണ്, അതായത് ഫിലിപ്പി മുതൽ നമ്മൾ കൊരിന്ത് വരെയുള്ള ഒരു ദീർഘമായ യാത്രയായിരുന്നു. ആ യാത്രയിൽ നമ്മൾ കണ്ടതും കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ എന്തായിരുന്നു? ഒന്ന് ഓർത്തു നോക്കി. പൗലോസ് സുവിശേഷം പ്രസംഗിക്കുന്നു. അത് കേൾക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നു. അവർ സറണ്ടർ ചെയ്യപ്പെടുന്നു. അവരാ കേൾക്കപ്പെട്ട സുവിശേഷത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതായത് പൗലോസ് കൊരിന്തിലും മറ്റിടങ്ങളിലും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിച്ച് നമ്മൾ പഠിക്കുന്നു. ക്രൂശ് ഉയർത്തി, അതായത് ബലിപീഠം അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചു. രക്ഷയുടെ പ്രാധാന്യം ആ ജനം അനുദപിച്ചു, മാനസാന്തരാനുഭവത്തിലേക്ക് വന്നു. അതാണ് ആദ്യപടി. അത് ഏറ്റവും മനോഹരമായി നമ്മൾ കണ്ടെത്തിയ വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 7-8 വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് പൗലോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആ കേൾക്കപ്പെട്ട സുവിശേഷം തീത്തോസ് ഇസ്തോസും അതുപോലെ കൊരിന്ത്യരിൽ അനേകരും അത് കേട്ട് വിശ്വസിച്ചു. അടുത്ത പടി, നെക്സ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ വിശ്വസിച്ച് രക്ഷാനിർണയം പ്രാപിച്ചവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസയ്ക്ക് ഏൽപ്പിച്ചു. അവരെ സ്നാനപ്പെടുത്തിയെന്ന്. അപ്പോൾ 2 പ്രധാന കാര്യമാണ് അവിടെ കണ്ടത്. അവർ രക്ഷിക്കപ്പെട്ടു, ദെൻ അവരുടെ സ്നാനം നടക്കുന്നു. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ആ സമയത്ത് ടാബർനാക്കിളിൻ്റെ പിക്ചറൊക്കെ വെച്ച് ആളുകളെ ധരിപ്പിച്ചത്. ടാബർനാക്കിളിൻ്റെ പിക്ചറിൽ അതിൻ്റെ കോർട്ട് യാർഡിൽ അഥവാ പ്രാകാരത്തിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് 2 പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ്. ഒന്ന് ബലിപീഠം അഥവാ ഓൾട്ടർ, ദെൻ ലേവർ അഥവാ താമ്രത്തൊട്ടി. ഇങ്ങനെ 2 ഉപകരണങ്ങൾ അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ പൊസിഷനെ കുറിച്ച് പറഞ്ഞാൽ, അത് വെച്ചിരിക്കുന്ന ഓർഡറിനെ കുറിച്ച് പറഞ്ഞാൽ, അത് മാളികമുറിയിലൊന്നും വെച്ച കാര്യമല്ല. അതായത് ക്രിസ്തീയ സഭ ആരംഭിക്കുന്നതിനും 1400 ചില്ലുവാനും വർഷം പിന്നിൽ വലിയവനായ ദൈവം തൻ്റെ ദാസനായ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാടുകൾ, തനിക്ക് കൈമാറിയ അളവുകൾ, മെഷർമെൻറ്റുകളുണ്ടല്ലോ, സ്കെച്ചും പ്ലാനുകളും ഉണ്ടല്ലോ, ബ്ലൂ പ്രിൻ്റ് കൈമാറിയല്ലോ, അതിനകത്ത് വരുന്ന കാര്യങ്ങളാണിത്. ആ കൊടുത്ത കാര്യങ്ങളൊക്കെ മോശ കയ്യേറ്റു വാങ്ങി. അതൊക്കെ ഭാവിയിൽ ദൈവസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മോശ അറിയുന്നില്ല. മോശ കയ്യേറ്റു വാങ്ങിയ ആ സ്കെച്ചും പ്ലാനിനകത്തും കാര്യങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? വാതിൽ തുറന്നാൽ ആദ്യം വെക്കേണ്ടത് യാഗപീഠമാണ്, രണ്ടാമതാണ് താമ്രത്തൊട്ടി വെക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആദ്യം വീണ്ടെടുപ്പാണ് നടക്കേണ്ടത്. ഒരു പാപിയുടെ വീണ്ടെടുപ്പാണ് ആദ്യം നടക്കേണ്ടത്. രണ്ടാമതോ വീണ്ടെടുക്കപ്പെട്ടവൻ വീണ്ടെടുത്തവനോട് ചേരണം. അതാണ് താമ്രത്തൊട്ടി വഴി നമ്മൾ വിശ്വാസ സ്നാനത്തിൻ്റെ ആഴം പഠിപ്പിക്കുന്നത്. എത്ര മനോഹരമാണ്! നമ്മുടെ ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ആ റോമാലേഖനത്തിലെ വാക്യമൊന്ന് ഓർത്ത് ഉള്ളിലൊരു സ്തോത്രം ഒന്ന് പറഞ്ഞേ. അയ്യോ, മറ്റേ അവർ പറയുന്ന പോലത്തെ സ്തോത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നന്ദി വരുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു തിരത്തള്ളലുണ്ടാകും അല്ലേ? ദൈവവചനത്തിൻ്റെ ആഴം, അതിൻ്റെ മഹത്വം, അതിൻ്റെ നിസ്തുല്യതയല്ലേ അത് കാണിക്കുന്നത്. ക്രിസ്തീയ സഭയെക്കുറിച്ചൊരു കേൾവി പോലും ഇല്ലാത്തൊരു കാലമല്ലേ അത്. ഹോരേബിൽ മോശയ്ക്ക് ഇതെല്ലാം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ആദ്യം വെക്കേണ്ടത് താമ്രത്തൊട്ടിയായിരുന്നു ശരിക്കും. രണ്ടാമതാണ് യാഗപീഠം വെക്കേണ്ടത്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ശുശ്രൂഷയുടെ ക്രമം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വെക്കേണ്ടത് താമ്രത്തൊട്ടിയും രണ്ടാമത് വെക്കേണ്ടത് യാഗപീഠമായിരുന്നു. ഒരു പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വാതിൽ തുറന്ന് കടന്നു വരുമ്പോൾ യാഗപീഠത്തിൻ്റെ ചുവട്ടിലൂടെ താമ്രത്തൊട്ടിയുടെ അടുക്കിലേക്കാണ് വരുന്നത്. അയാൾ യാഗപീഠത്തിലേക്കല്ല വരുന്നത് ശുശ്രൂഷയ്ക്ക്. അവിടെ വന്ന് ശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷം
പിന്നിലേക്ക് ഇറങ്ങി വന്ന് യാഗപീഠത്തിൽ യാഗം നടത്തിയിട്ടാണ് വിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണത്തിന് വേണ്ടി കടന്നു പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ ആരെങ്കിലും നമ്മൾ പുതുതായിട്ടൊക്കെ എപ്പോഴെങ്കിലും കേട്ടാലോ? ഈ മെസ്സേജൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ കേൾക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഇതൊക്കെ ഒന്ന് സ്പർശിക്കുവാണെങ്കിലോ വലിയ പാടാ. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, പ്രസംഗമൊക്കെ കേട്ടു, ഒന്നും മനസ്സിലാകുന്നില്ല, ഭയങ്കര കട്ടിയായി എന്തൊക്കെയോ പറയുന്നത് നിങ്ങളെന്ന്. അപ്പം ഞാൻ നമ്മുടെ സഹോദരിമാരെയൊക്കെ ഓർത്തുപോയി, ഈ മനുഷ്യരൊക്കെ ഇത് കേട്ടിരിപ്പുണ്ടല്ലോ എന്ന്. ഇതിനകത്ത് എന്താ ഇത്ര കട്ടിയിരിക്കുന്നേ? നമ്മളൊരു കാര്യം ക്രമത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ലേ. ആ ക്രമത്തിൽ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഓർഡറിൽ ശ്രദ്ധാപൂർവ്വം ഇരുന്ന് കേട്ടാലല്ലേ അത് മനസ്സിലാകുകയുള്ളൂ. ഈ കേൾക്കുന്ന പലരും എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? അവർ ചട്ടിയും കലത്തിൻ്റെ ഇടയ്ക്കിരുന്ന ഇതൊക്കെ കേൾക്കുന്നത്. അവിടെ എന്തെല്ലാം തട്ടലും മുട്ടലും എന്തെല്ലാം ബഹളമായിരിക്കും. സമയമില്ലാത്തവർ അങ്ങനെയെങ്കിലുമൊക്കെ കേൾക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് സാരമില്ല, അങ്ങനെയൊക്കെ കേട്ട് പോയാൽ മതി. പക്ഷേ ചില മനുഷ്യരങ്ങനെയല്ല, അവരത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കേൾക്കുന്നവരുണ്ട്. സീരിയസ് ആയിട്ട്. ഒന്നാമത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് അത്ര ഗ്രഹിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നുകൂടെ റീവൈൻഡ് അടിച്ച് കേൾക്കണം. ഒന്നുകൂടെ കേട്ടെന്നോർത്ത് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ? ഒന്നുമില്ലല്ലോ. ഒന്നുകൂടെ കേൾക്കുന്നതിന് പ്രത്യേക ടാക്സ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ ഒന്നുകൂടെയൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഉറക്കിയ കാര്യങ്ങളിലേക്ക്. ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണിതെല്ലാം. ആ തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്? ഇതാണ് പഴയ നിയമത്തിലെ ശുശ്രൂഷയുടെ ക്രമം. പക്ഷേ മോശ ഇതൊക്കെ അതിൻ്റെ ക്രമത്തിൽ വെച്ചെന്ന് പുറപ്പാട് ദിവസം 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുക. ക്രമം എന്താ? ആദ്യം യാഗപീഠമാണ്, അത് കഴിഞ്ഞ താമ്രത്തൊട്ടി ഇരിക്കുന്നത്. അതൊക്കെ പഴയ നിയമ കാലഘട്ടത്തിലേക്ക് വേണ്ടിയല്ല അങ്ങനെ ചെയ്തത്. അതൊക്കെ ദൈവത്തിൻ്റെ നിത്യമായ പ്ലാൻ എന്ന് പറയുന്ന ഈ പുതിയ നിയമ കാലഘട്ടത്തിലാണ്. അതായത് സഭായുഗത്തിലാണ് ദൈവത്തിൻ്റെ നിത്യമായ പ്ലാനുകളുടെ ആഴം വെളിപ്പെടുന്നത്. തൻ്റെ സഭയെന്ന മർമ്മം ഉലകസ്ഥാപനത്തിന് മുമ്പേ വലിയവനായ ദൈവത്തിൻ്റെ ഹൃദയത്തിലിരുന്ന മർമ്മം അത് വെളിപ്പെടുകയാണ് അവിടെ. അപ്പോൾ യാഗപീഠം ആദ്യം വെച്ചത് എന്തിനാ? ആദ്യം രക്ഷയാണ്, ആദ്യം വീണ്ടെടുപ്പാണ്. അത് കഴിഞ്ഞാണ് വിശ്വാസ സ്നാനം. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു സ്ഥലത്ത് അങ്ങനെ പ്രസംഗിച്ചു കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. ഈ കാര്യത്തെ മറിച്ചുകൊണ്ടാണ് ഇന്ന് പലരും ശുശ്രൂഷിക്കുന്നത്. ആളുകളെയെല്ലാം ചുമ്മാ സ്നാനപ്പെടുത്തുന്നു, പിന്നീട് അവരെ രക്ഷിച്ചേക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു കേമനായ ഉപദേശി പുള്ളിക്കാരൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും നടപ്പില്ല, അങ്ങനെയൊന്നും എല്ലാവരും രക്ഷിച്ചിട്ടൊന്നും സ്നാനപ്പെടുത്തുക അസാധ്യമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആളുകളെ സ്നാനപ്പെടുത്താം. വന്നല്ലോ, ആളുകൾ തയ്യാറായി വന്നില്ലേ, നമുക്ക് സ്നാനപ്പെടുത്തി അവരെ കൂട്ടിലേക്ക് ആക്കാം. കോഴീനെ കൂട്ടി കയറ്റുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ കൂട്ടിലാക്കാം. കൂട്ടിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് തീറ്റ കുറേശ്ശെ കൊടുക്കാം. തിരക്കേടില്ല, നല്ല കാര്യം അത്. നമ്മൾ ചിന്തിച്ചു നോക്കി അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മളെ സ്നാനപ്പെടുത്തി നമുക്ക് കൂട്ടിലാക്കാം. കൂട്ടിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ഇച്ചിരി തീറ്റ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. അങ്ങനെ അവർ പുഷ്ടിപ്പെട്ട് നന്നായിട്ട് തടിച്ചു വരുമല്ലോ. പുള്ളിക്കാരൻ ഭയങ്കര കണ്ടെത്തിയത്. പിന്നീട് ഇന്ന് വരെ ഞാൻ അവിടെ ദൈവവചനം പ്രസംഗിച്ചിട്ടില്ല. അങ്ങനെ പ്രസംഗിക്കാൻ ദൈവം അവസരം തരാതിരിക്കട്ടെ, അത്ര എനിക്ക് ചിന്തിക്കാനുള്ളൂ. ഞാനത് പരോക്ഷമായിട്ട് അവരോട് പറയുകയും ചെയ്തു. അങ്ങനെ പറയുന്ന ഒരാളുമായിട്ട് കൂട്ടായ്മയില്ലെന്നേ, വേറെ പണി നോക്കണം. നിങ്ങൾ ഏത് കൊമ്പത്തെ ആരാണെങ്കിലും ഒരു കൂട്ടായ്മയില്ല. ദൈവത്തിൻ്റെ പ്രമാണത്തെ മറിക്കുന്നവനുമായിട്ട് എന്ത് കൂട്ടായ്മ? ഇത് അപ്പോസ്തോലികമായ ഉപദേശമാണിത്. ഇതിനെ മറിക്കാൻ ഏത് കേമന് കഴിയും? ആദ്യം വീണ്ടെടുപ്പാണ്, രണ്ടാമതാണ് സ്നാനം. നമ്മളതിന് ഏതെല്ലാം വഴികളിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞത്? ആദ്യം പെസഹ, രണ്ടാമതാണ് ചെങ്കടലിൽ ചാടുന്നത്. ആദ്യം വന്ന് ചെങ്കടലിലേക്ക് എടുത്ത് ചാടുകയല്ല, ആദ്യം പെസഹ ആചരിക്കണം. പെസഹായും ചോരത്തളിയും അല്ലേ? ആദ്യം പെസഹായും ചോരത്തളിയുമാണ്. പെസഹ ആചരിക്കാത്തവൻ ചെങ്കടൽ കടന്നിട്ടല്ലോ പ്രയോജനമുണ്ടോ? വാക്റ്റത്വം അവൻ്റെ മേലില്ലെന്നേ. വാക്റ്റത്വമുള്ളവൻ ഇങ്ങനെയാണ് വരേണ്ടത്. പിന്നെ നമ്മളെന്താ കണ്ടെത്തിയത്? യാഗങ്ങളുടെ ക്രമത്തിൽ ആദ്യം ഹോമയാഗമാണ്, രണ്ടാമതാണ് ഭോജനയാഗം അഥവാ സീരിയൽ ഓഫറിങ് വെച്ചിരിക്കുന്നത്. ആദ്യം എന്താ പറഞ്ഞത്? ഹോമയാഗം, രണ്ടാമതാ ഭോജനയാഗം. എന്താ അങ്ങനെ വെച്ചത്? ആദ്യം ക്രിസ്തുവിൻ്റെ മരണം, രണ്ടാമത് ക്രിസ്തുവിൻ്റെ ജീവിതം. ശരിക്കും ക്രിസ്തു 33 വയസ്സ് ഈ ഭൂമി ജീവിച്ചു, ഒടുക്കം മരിച്ചു. അപ്പോൾ ക്രമം എങ്ങനെയാണ് വരേണ്ടത്? ആദ്യം ഭോജനയാഗം, രണ്ടാമത് ഹോമയാഗം. അങ്ങനെയല്ലേ വരേണ്ടത്? അങ്ങനെയല്ല വരേണ്ടത്. സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കാലങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചിട്ടുണ്ടെന്നേ. തൻ്റെ പുത്രൻ്റെ ബലിമരണം അംഗീകരിക്കാത്ത, ആ മരണം തിരിച്ചറിയാത്ത
ഒരുവനും അവൻ്റെ ജീവിതം ആസ്വാദ്യമല്ല. അങ്ങനെയുള്ള ആരും ദൈവരാജ്യത്തിൽ കടന്നു വരണ്ട. അതായത് ഈ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ തലകുനിക്കാത്ത, മുട്ടുകുത്താത്ത, മുട്ടുമടക്കാത്ത ഒരുവനും ക്രിസ്തുവിൻ്റെ ജീവിതം ആസ്വാദ്യമല്ല. അതുകൊണ്ടാണ് ഈ പ്രസംഗമൊന്നും ദഹിക്കാത്തതും രസിക്കാത്തതും. ഞാൻ ഒത്തിരി തുറന്നങ്ങ് പറയാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. കേൾക്കുന്നവർക്ക് വലിയ മനോവിഷമം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ശരി കൊച്ചമ്മേ, ശരി അമ്മാമ്മയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ വിടും. എൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. ക്രൂശിങ്കൽ ഒരു നുറുക്കൽ നടക്കപ്പെട്ടിട്ടില്ലെന്നേ. ക്രൂശിങ്കൽ എന്ത് നടന്നിട്ടില്ല? ഒരു നുറുക്കലുണ്ട്. അത് നടന്നിട്ടില്ല. അത് നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നീട് ആളങ്ങ് മാറുക. തൻ്റെ രക്ഷകനെക്കുറിച്ചുള്ള ഓരോ വാക്കുകളും അത് ഭയങ്കരമായിട്ടാണ് കാതുകളിൽ വന്ന് അലയ്ക്കുന്നത്. അല്ലേ? എത്ര ആസ്വാദ്യകരമായിരിക്കും അത് അവരെ സംബന്ധിച്ച്, ആ രക്ഷ ആസ്വദിച്ചവരെ സംബന്ധിച്ച്. നമ്മൾ രക്ഷ ആസ്വദിക്കുമ്പോൾ നമ്മുടെ രക്ഷകൻ മരണം ആസ്വദിക്കുകയായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. കുഞ്ഞുകളിയല്ല ഈ പറയുന്നത്, കുഞ്ഞുകളിയല്ല. ആളുകളെ ആശ്വസിപ്പിക്കുന്നില്ലേ, തലോടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. തലോടാനും ആശ്വസിപ്പിക്കാനൊക്കെ ഒത്തിരി പേരുണ്ടെന്നേ. ഞാൻ തുടർന്ന് മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങളത് പറയും, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയും. അപ്പോൾ എന്തിനാ ഇത്രയും കടത്തി പറഞ്ഞത്? ഞാൻ ശരിക്കും 2 വാക്ക് പറഞ്ഞങ്ങ് ഓടിച്ചു വിട്ടാൽ മതി. എന്നാൽ ഇത്രയും കടത്തി പറഞ്ഞത് അത് നടത്തിപ്പ് വരുമ്പോൾ അങ്ങനെയാ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ, മിനിഞ്ഞാന്ന് ഇത് പറഞ്ഞതാണോ, റിപ്പീറ്റ് ചെയ്യണം, അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ പിന്നെയും പറയുന്നത് ആത്മാവിൽ ആസ്വദിച്ചാണ് പറയുന്നത്. ഞാൻ രക്ഷ ആസ്വദിച്ചവനാ. അത് ഓർക്കുമ്പോൾ എൻ്റെ വീണ്ടെടുപ്പുകാരൻ മരണം ആസ്വദിച്ചു. അതിൻ്റെ ആഴങ്ങൾ ചിന്തിച്ചിട്ടുള്ളവരാ നമ്മളതിൻ്റെ ആഴങ്ങൾ ചിന്തിച്ചിട്ടുള്ളവരാ. എന്തു വിലയാണ് കൊടുത്തത്, കനത്ത വിലയാണ് കൊടുത്തത്. ഈ ആഭരണധാരണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരുമ്പോൾ അയ്യോ ചില സമയത്ത് ചിരിയും വരും. ചുമ്മാ കയറി ആഭരണം ധരിക്കണ്ടയോ, കാത് കുത്തണ്ടോ, ഇതൊന്നും നമ്മൾ സാധാരണ പ്രസംഗത്തിൽ പറയാറില്ല. അതിൻ്റെ കാരണം എന്നാ? അത് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. ഒരു മനുഷ്യർക്കും മനസ്സിലാകില്ല, ഒരു മനുഷ്യരും അത് ഏറ്റെടുക്കില്ല. പിന്നെ എങ്ങനെ പറയണം? പിന്നെ ഇങ്ങനെ പറയണം. അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെക്കണം ഒരുവൻ തകർക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ച, ആ തിരുമേനി ഉടയ്ക്കപ്പെട്ടതും തകർക്കപ്പെട്ടതും അവൻ മനസ്സോടെ ഏൽപ്പിച്ചു കൊടുത്തതും ഒരു നിഷ്കളങ്ക യാഗമെന്ന നിലയിൽ. അതെല്ലാം കണ്ണിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് പറയണം. അല്ലെങ്കിൽ ഒരു കൊച്ചമ്മയും സമ്മതിക്കില്ല, മെക്കെട്ട് കയറും, പാത്രയെ ശരിയാക്കി കളയും. ഒരാളും ശരിയാക്കാനൊന്നും വരണ്ട. നല്ല മലയാളത്തിലായി പറയുന്നത്, ദൈവവചനത്തിൻ്റെ ആഴമാണ് പറയുന്നത്. പാപം, ഏദൻ തോട്ടത്തിൽ കയറിയ പാപം, മനുഷ്യവർഗത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ പാപം, ആ പാപത്തിന് കാൽവറിയിൽ ശിക്ഷ നടപ്പാക്കി. കടുത്ത ശിക്ഷയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇടയ്ക്ക് കയറി ഒന്ന് പറയട്ടെ. ഞാൻ 2-3 ആഴ്ച മുമ്പ് ഈ പാപം പാപം നീതി ന്യായവിധിയോ അങ്ങനെയൊക്കെ പറയുന്ന ഒരു മെസ്സേജിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ളതാണ്. അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ചിലർക്കൊക്കെ ഞാൻ അയച്ചു. ഏതാണ്ടൊരു 10 പേർക്ക്, അല്ലല്ലോ ഏതാണ്ടൊരു 8 പേർക്കാണ് ഞാൻ അയച്ചത്. അതിൽ ഒരാൾ റെസ്പോണ്ട് ചെയ്തു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, ഇതൊക്കെ ഒന്ന് കേൾക്കുക എന്നാണ് പറഞ്ഞത്. ഒരാൾ മാത്രം റെസ്പോണ്ട് ചെയ്തു. അതിനകത്ത് അങ്ങനെയാണ്, ഇതിനകത്ത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മറുപടികൾ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു. ബാക്കി 7 പേരും ഒരക്ഷരം മിണ്ടിയില്ല. അല്ലെങ്കിൽ ആ അയച്ചു കൊടുക്കപ്പെട്ട ആളുകൾ അവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ പാസ്റ്ററെ, ഞങ്ങളൊന്നുകൂടെ ശ്രദ്ധിക്കാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന രീതി ഉണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന രീതി, അല്ലേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന രീതിയുണ്ട്. അത് ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു കന്നഡ ഫാമിലി ഉണ്ട്. ഇപ്പം അവരിവിടെ ഇല്ല, ഉണ്ടായിരുന്നു. അവർക്ക് 2 കുട്ടികളുണ്ട്. രണ്ടാമതുണ്ടായത് ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിയോട് ചെറുപ്പക്കാരിയായ ആ സ്ത്രീ, അതിൻ്റെ അമ്മ, അങ്ങനെ കാര്യമായിട്ടൊന്നും സംസാരിക്കില്ല. അവൾ എപ്പോഴും ടി വിയും വെച്ച് പാട്ടും കേട്ട്, അവർക്കിങ്ങനെ സിനിമ കാണുക എന്നുള്ളതാണല്ലോ. നേരം വെളുക്കുമ്പോൾ അവൾ ടി വി ഓൺ ചെയ്യും. അത് കാണുമോ കേൾക്കുമൊന്നുമില്ല, ചുമ്മാ ഓൺ ചെയ്തിടും. കൊച്ചി ടി വിയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ സാധാരണ നമുക്കറിയാം അത് കന്നഡ എന്നോ തെലുങ്കെന്നോ മലയാളമെന്നോ തമിഴെന്നോ ഒന്നുമില്ല. അതായത് സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളെ അവർ
താലോലിക്കുകയും അതിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. നമ്മളതെങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കേൾക്കുകയാണെങ്കിൽ എൻ്റെ ദൈവമേ എന്നാ വട്ട ഈ സ്ത്രീ പറയുന്നതെന്ന് ഓർക്കും. അതായത് മുതിർന്ന ആളുകളോട് സംസാരിക്കുന്ന പോലെയൊക്കെ അവർ സംസാരിച്ച് കളയും. ഭയങ്കര കാര്യങ്ങൾ, ഇറാൻ ഇറാഖ് യുദ്ധത്തെക്കുറിച്ചൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും, അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ പറഞ്ഞു കളയും. ഇതെന്തിനാ ഈ എട്ടുപൊട്ട് തിരിയാത്ത ഇതിനോട് ഇതൊക്കെ പറയുന്നത്, ഇതിനല്ലോ കുന്തോ മനസ്സിലാവോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയാണ് അവിടെ. ഈ സ്ത്രീ എന്ത് ചെയ്തില്ല, അങ്ങനെയൊന്നും ചെയ്തില്ല. ഒടുക്കം എന്താ സംഭവിച്ചതെന്നറിയാവോ? ഈ കൊച്ച് സംസാരിക്കാതെ ഡോക്ടറുടെ അടുക്കെ ചെന്നപ്പോഴാണ് പറയുന്നത് ഇതിൻ്റെ അമ്മ അതിനോട് വേണ്ട വിധത്തിൽ ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഈ കൊച്ചിങ്ങനെ ഊമ പോലെ ആയിപ്പോയത്, മിണ്ടാൻ പറ്റാത്ത രീതിയിലായിപ്പോയതെന്ന്. പിന്നീട് കിടന്ന് ബഹളം വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ടോ? പിന്നീട് ഇപ്പോൾ അത് സംസാരിക്കുമായിരിക്കും ചിലപ്പോൾ, എന്തോ എനിക്കത് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഞാനിത് അയച്ചു തന്നെ ആ വാത്സല്യ സഹോദരങ്ങൾ എന്തുകൊണ്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല? അത് അയച്ചു തരാനൊരു കാരണമുണ്ടല്ലോ. നമ്മുടെ നടുവിലേക്കൊരു ദൈവദാസൻ കടന്നു വന്ന് അദ്ദേഹം പ്രസംഗ മധ്യത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ഗഹനമായൊരു ചോദ്യം ചോദിച്ചു. ചോദിക്കാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ, അതായത് ഈ വിഷയങ്ങളൊക്കെ ഞാൻ പ്രസംഗിക്കുന്നയാളാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളവരും ആയിരിക്കും എന്ന ഒരു നിഗമനത്തിൽ അദ്ദേഹം എത്തി. അത് അദ്ദേഹത്തിനാണ് പാളിച്ച പറ്റിയത്. നിങ്ങളിൽ പലരും അതൊക്കെ കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഗൗരവമായിട്ട് കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേട്ട 2 പേരും മറുപടി പറഞ്ഞെന്നേ. കേട്ട 2 പേരും മറുപടി പറഞ്ഞു, 8 പേര് പറഞ്ഞില്ല. ആ 8 പേരും വേണ്ട വിധത്തിൽ അത് കേട്ടിട്ടില്ല. അതിന് കാരണം കാണും. കേൾക്കണമെന്ന് ഞാൻ ചാട്ടി പിടിക്കുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ കാരണം എന്നാ, അവർക്ക് സമയം ഉണ്ടാവില്ല. അവർക്ക് കൃത്യാന്തര ബാഹുല്യ നിമിത്തം പലവിധമായ വിഷയങ്ങളുണ്ട്. കുടുംബമാണ്, ജോലിയുണ്ട്, തൊഴിലുണ്ട്, പല മേഖലകളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റി കാണില്ല. അദ്ദേഹം ചോദിച്ചത് എന്താ, തോട്ടത്തിൽ പാപം ചെയ്ത് ലംഘനത്തിലകപ്പെട്ട് നിൽക്കുന്ന കേട്ടോ ഒരാൾ എഴുതി വിട്ടിരിക്കുക, ഇത് ന്യൂസിലാൻഡ് മീറ്റിങ്ങിലാണ് പറഞ്ഞതെന്ന്. ആരുടെ ന്യൂസിലാൻഡ്? എന്നെ ഓസ്ട്രേലിയ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലേ? തരക്കേടില്ല. ന്യൂസിലാൻഡിൽ പ്രസംഗിച്ചാൽ ഞങ്ങൾ കേൾക്കില്ലെന്ന്. അത് കൊള്ളാം. ന്യൂസിലാൻഡിലുള്ളത് മനുഷ്യരാണ്. ഞാൻ അവിടെ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. അത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാ? ബാക്കി മക്കളും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലത്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ഇല്ല അങ്ങനത്തെ രീതി. ഏതെങ്കിലും ഈ സ്ത്രീകൾ, മുതിർന്ന സ്ത്രീകൾ, പ്രായമായ അമ്മമാർ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരത് അവരുടെ കുട്ടികൾക്ക് വേണ്ടി അതിൻ്റെ ഒരു ഭാഗം കരുതി വയ്ക്കും. എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും അവർക്ക് അങ്ങനെ കിട്ടുന്നത്. അവർ അത് പാർസൽ ചെയ്ത് കൊണ്ടുപോകും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവർക്കത് കഴിച്ചാൽ മതി. അവരെന്തിനാ അവരുടെ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്? അങ്ങനെയാണ് ഈ മാതൃവാത്സല്യം എന്ന് പറയുന്നത്. ഇവിടെ മാതൃവാത്സല്യമൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്തോ ആർക്കറിയാം. അപ്പോൾ ഈ മാതൃവാത്സല്യമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ, അയാൾക്ക് മാതൃവാത്സല്യവും പിതൃവാത്സല്യവും ഒക്കെ ഉണ്ട്. അത് പ്രിസർവ് ചെയ്ത് യൂട്യൂബിൽ കൊണ്ടുപോയി ഇട്ട് എന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. പിള്ളേരാരെങ്കിലും വന്നത് കഴിക്കുന്നുണ്ടോ, അവരത് കഴിച്ചിട്ട് ശരീരത്തിൽ പിടിക്കുന്നുണ്ടോ, കൈയും കാലും വളരുന്നുണ്ടോ, തലയോളം വളരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ അവർ പറയുക അത് ഗലാത്യർക്ക് വേണ്ടി പ്രസംഗിച്ചല്ലേ എന്ന്. എൻ്റെ ഒരു സിസ്റ്റർ പറഞ്ഞതാ, ഫസ്റ്റ് കസിനാ. പുള്ളിക്കാരി പറഞ്ഞ, നീ നിൻ്റെ പണി നോക്ക്, ഓർത്തഡോക്സുകാരിയാ, നീ കൂടുതലൊന്നും പറയാൻ വരണ്ട, അത് ഗലാത്യർക്ക് വേണ്ടി പറഞ്ഞതാണെന്ന്. നമുക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ പുള്ളിക്കാരി തിരിച്ചങ്ങനെ പറയുന്ന, അത് ഗലാത്യർക്കുള്ളതാണ്, നീ ഒന്നും മിണ്ടണ്ട ഇനിയെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്നും ചോദ്യം ചെയ്യാനും ഞങ്ങളുടെ പാരമ്പര്യത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ നീ ആളായിട്ടില്ല. അവർക്കും ഇവർക്കുമൊക്കെ പറഞ്ഞതൊക്കെ വെച്ചിട്ടല്ല ഞങ്ങളോട് പറയേണ്ടത്. ഞങ്ങളുടെ പിതാക്കന്മാർ അവർ ഞങ്ങളോട് കാര്യങ്ങളെ പറയും, അല്ലാതെ ഗലാത്യർ പറഞ്ഞതല്ല പറയേണ്ടതെന്ന്. നോക്കണം, അവിടെ നമ്മൾ വളരെ ഞരക്കത്തോടു കൂടി പറഞ്ഞൊരു കാര്യങ്ങളാണിതെല്ലാം. അതായത് 6-7 മെസ്സേജുണ്ട്. 6-7 മെസ്സേജും ഓർത്തിരുന്നില്ലെങ്കിലും അതിലേറ്റവും കാതലായൊരു കാര്യം, തോട്ടത്തിൽ സംഭവിച്ച ഗൗരവമായ കാര്യം, പാപമെന്ന വിഷയത്തിൽ ദൈവം ഒരിക്കലും ക്ഷമിക്കില്ല. പാപം എന്ന വിഷയത്തിൽ ആ പാപത്തിന് ദൈവം ശിക്ഷ വിധിച്ചിരിക്കുന്നതാണ്. തൻ്റെ വചനത്തിൽ അത് എഴുതി വെച്ചിരിക്കുകയാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം. പാപം അവരുടെ അകത്ത് കയറിക്കഴിഞ്ഞു. ഇനി അതിനോടുള്ള ബന്ധത്തിൽ 2 കാര്യമാണ്. 1, അതിന് പരിഹാരം വരുത്തണം. 2, അതിന് ശിക്ഷ നടപ്പാക്കണം. ആ ശിക്ഷയാണ് കാൽവറിയിൽ നടപ്പാക്കിയത്. കാൽവറിയിൽ പാപം എന്ന വിഷയത്തിൽ ദൈവം ക്ഷമിക്കുകയല്ല ചെയ്തത്, അവിടെ ശിക്ഷ നടപ്പാക്കി ചെയ്തത്. പാപത്തോടുള്ള ബന്ധത്തിൽ വലിയവനായ ദൈവം മുഖം മറയ്ക്കും. പാപത്തോട് വെറുപ്പാണ്, മുഖം മറയ്ക്കും. അതാണ് പുത്രൻ്റെ നേരെ പറഞ്ഞു വന്നാൽ മുഖം മറച്ച രീതിയിലാണ് നമ്മൾ ഗതസമനയെ കാണുന്നത്.
പാനപാത്രം നീക്കാമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ലഭിച്ചില്ല. കാരണം പുത്രൻ്റെ മേൽ പാപം ആരോപിക്കപ്പെട്ടു. അസാസേലിന് ചീട്ടുവീണയാട് മരുഭൂമിയിലേക്ക് പോവുകയാണിനി. കൈവിടപ്പെട്ട അവസ്ഥയാണ്. നടന്നു പോവുകയാണ് ഗോൽഗോഥായിലേക്ക്. പാപമാണ് നടന്നു പോകുന്നത്. പാപത്തെ അവിടെ ആണിയടിച്ചു തൂക്കി, പാപത്തിൻ്റെ മേൽ ശിക്ഷ നടപ്പാക്കി. അപ്പോൾ ക്രൂശിങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മളെന്താ കാണുന്നത്? സാധാരണ ആളുകൾ പറയുന്ന പോലെ ക്രൂശിൽ കണ്ടു നിൻ സ്നേഹത്തെ ആഴമാർന്ന എന്നൊക്കെ പറഞ്ഞ് അവർ പാട്ട് പാടും. നമ്മൾ ക്രൂശിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഭയാനകമായ ന്യായവിധി നടന്ന ഇടമാണത്. അവിടെ രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു നിൽക്കുകയാണ്. നോക്കണം, മെസ്സേജ് ഒത്തിരി മാറി വരികയാണ്. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ല. രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ക്രൂശിൽ തൂക്കപ്പെടേണ്ടവരാ നാം ഓരോരുത്തരും അങ്ങനെ തൂക്കപ്പെടേണ്ടവരാ. നാം ഓരോരുത്തരും കൈവിടപ്പെട്ടു പോകേണ്ടവരാ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ആ കൈവിടപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മുടെ സ്വരമാണ് മനുഷ്യപുത്രൻ്റെ അധരത്തിലൂടെ വന്നത്. ഏലി ഏലി ലമ്മാ ശബക്താനി എന്നുള്ള സ്വരം. എന്തൊരു ഭയാനകമായ അവസ്ഥയാണത്. മരണപാശങ്ങൾ ചുറ്റുന്നു, അത് നമ്മെ വലിക്കും. അങ്ങനെ പാതാളവേദനകൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ കീഴേ പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക്, ലോവസ്റ്റ് ഹെല്ലിലേക്ക് പോകേണ്ടി വരും അല്ലേ? ടോർമെൻറ്റിങ് പ്ലേസിൻ്റെ അനുഭവം, അതിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടിയിരുന്നവരാണ് നാം. അവിടെയാണ് കൃപ ഉദിച്ചത്. നമുക്ക് പകരക്കാരനായി ഒരുവനാ ശിക്ഷ ഏറ്റെടുത്തു. കർത്താവ് അനുവദിച്ച നമുക്ക് ഈ പകരക്കാരൻ എന്നുള്ളൊരു വിഷയം അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കണം. ഒരു കൂട്ടം ആൾക്കാർ ഈ പകരക്കാരെന്നൊക്കെ പറഞ്ഞ് ബോധമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞ് നടപ്പുണ്ട്. അതുകൊണ്ട് അതിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആളുകളൊക്കെ യൂട്യൂബിലൊക്കെ പ്രസംഗം കേട്ടിട്ടുള്ളവരായിരിക്കുമല്ലോ. ക്രിസ്തു നമ്മുടെ പകരക്കാരൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഡെപ്ത്? ക്രിസ്തു നമ്മുടെ പകരക്കാരൻ എന്നുള്ളത് കൊണ്ട് എന്താണ് വിശുദ്ധ തിരുവെഴുത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ നമ്മൾക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ദൈവം അനുവദിച്ച് നമുക്കത് ചെയ്യാം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? നാം പോകേണ്ട ശിക്ഷയിലേക്ക് മറ്റൊരുവൻ പോയി നമ്മെ സ്വതന്ത്രമാക്കി. കൃപയാണത്, കൃപ. അർഹതയില്ലാത്ത സ്ഥാനത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. കൃപയാണത്, കൃപയുടെ ആഴമാണ്. അങ്ങനെ ആഴമേറിയ കാര്യങ്ങളാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്. ആഴമേറിയ കാര്യങ്ങൾ നോക്കണേ. ഇത് എവിടെന്നാ പറഞ്ഞിങ്ങനെ കറങ്ങി വന്നത്? ഇതെല്ലാം അടിസ്ഥാനങ്ങളാണ് സഹോദരങ്ങളെ, അടിസ്ഥാനങ്ങളാണ്. ഞാനീ പറയപ്പെട്ട സഹോദരങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയായിരുന്നെങ്കിൽ, പാപത്തിന് ശിക്ഷ വിധിച്ചതും അവിടെ ദൈവം ക്ഷമിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അന്ന് ആ ദൈവദാസനോട് പറഞ്ഞേനെ. അത് സാധിച്ചില്ല. 2, വീണ്ടും ഞാൻ അയച്ചു കൊടുത്ത ആ പ്ലേലിസ്റ്റിൽ നിന്ന് സമയം പോലെ അത് കേൾക്കുകയാണെങ്കിൽ, അത് കേൾക്കുമ്പോൾ ഉള്ളിലൊരു തിരത്തള്ളലുണ്ടാകില്ലേ? അന്നോ അത് കേട്ടില്ല, ഇപ്പോൾ അങ്ങനെ വീണ്ടും അയച്ചു തന്നു. പുള്ളിക്കൊരു നാണമില്ലായിരിക്കും, എങ്കിലും വേണ്ടില്ല, പുള്ളി അയച്ചു തന്നതല്ലേ എന്നോർത്ത് അതൊന്ന് കേൾക്കുകയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു വരും. ഒത്തിരി ഡെപ്തുള്ള കാര്യങ്ങൾ അത് ഈ പറഞ്ഞിട്ടുണ്ടെന്നേ. ആ 6-7 മെസ്സേജിനകത്തെ ഒരു ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. പാപം ക്ഷമിക്കൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊരു ആഴമില്ലേ? അതിന് മറുപടികൾ വേണ്ടേ? പാപത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്, പഴയ നിയമത്തിൽ എങ്ങനെയാണത് പരിഗണിക്കുന്നത്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? പഴയ നിയമ കാലഘട്ടത്തിൽ ആടുകളുടെയും പ്രാവുകളുടെയും രക്തത്തിൻ്റെ മറവിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ആടുകളുടെയും പ്രാവുകളുടെയും രക്തത്തിൻ്റെ മറക്കുകയാണ് അവരുടെ പാപത്തെ. അതേസമയം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രക്താംബരം പോലെ ചുമപ്പായിരിക്കുന്ന നമ്മുടെ പാപത്തെ കഴുകിക്കളയുന്ന കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ ക്ലെൻസ് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇനിയൊരു ദിവസത്തിൽ അതും വിശദീകരിക്കാം. അങ്ങനെ കഴുകൽ പ്രാപിച്ചു നിൽക്കുന്നൊരവസ്ഥ. പഴയ നിയമത്തിൽ ഒരുവൻ്റെ ഉള്ളിലും പരിശുദ്ധാത്മാവ് വാസം ചെയ്തിരുന്നില്ല. ഈ അടുത്തിടയ്ക്ക് എനിക്ക് വളരെ വാത്സല്യമുള്ള ചില സഹോദരങ്ങളുമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനിടയായി. അതായത് മിനിമത്തിൽ സംസാരിച്ച് ഞങ്ങൾ നിർത്തി. അപ്പോൾ ആ സഹോദരങ്ങൾ പറഞ്ഞു വരുമ്പോൾ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്ന്. ന്യായമായിട്ടോ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൺഫ്യൂഷൻ വരാവുന്നതാണ്. നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതെന്നല്ലേ പറയുന്നത്? ആ ഒറ്റ വാക്യം വെച്ചുകൊണ്ട് നമുക്ക് ഉപദേശം സ്ഥാപിക്കാൻ കഴിയില്ല കേട്ടോ. ആ വാക്യം എന്നല്ല, ഏത് വാക്യത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ ആകമാനം എന്തെല്ലാം പറയുന്നു എന്ന് നമ്മൾ നോക്കും. അതിൻ്റെ ആകത്തുകയാണ് ആൻസർ എന്ന് പറയുന്നത്.
കൺക്ലൂഷൻ എന്ന് പറയുന്നത് അതാണ്. അതായത് പഴയ നിയമ കാലഘട്ടത്തിൽ ഒരുവൻ്റെയും ഉള്ളിൽ പരിശുദ്ധാത്മാവിന് വസിക്കാൻ കഴിയില്ല. കാരണം അവർ ആടുകളുടെയും പ്രാവുകളുടെയും രക്തത്തിൻ്റെ മറവിൽ വസിക്കുന്നവരാ. അല്ലാതെ അവരുടെ ഉള്ളിൽ രക്തം തളിക്കപ്പെട്ടിട്ടില്ല. 1 പത്രോസ് 1:2 എന്താ പറയുന്നത്? ഹൃദയങ്ങളിൽ രക്തം തളിക്കപ്പെട്ടവരെന്നാണ് വിളിക്കുന്നത് നമ്മെ. ആ രക്തം തളിക്കപ്പെടുന്ന അവസ്ഥ പുതിയ നിയമ കാലഘട്ടത്തിലേ ഉള്ളൂ, പഴയ നിയമ കാലഘട്ടത്തിലില്ല. ദൈവം അവരെ നീതീകരിക്കുകയാണെന്നേ. ദൈവം വെച്ച വ്യവസ്ഥയിൽ അവർ യാഗങ്ങളും കാര്യങ്ങളും നടത്തുന്നു. അങ്ങനെ കർമ്മമാർഗത്താൽ അവർ നീതീകരിക്കപ്പെടുന്നു. റൈറ്റ്, അവർ നീതീകരിക്കപ്പെടുന്നു. ദാവീദ് പറയുന്നത് നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതെന്നാണ്. ആത്മനിയന്ത്രണം ഉണ്ടെന്നേ ഭക്തന്മാരുടെ മേൽ, നിശ്ചയമായും ആത്മനിയന്ത്രണമുണ്ട്. പരിശുദ്ധാത്മാവ് തന്നെയാണ് അവരെ നടത്തിയെന്ന് യെശയ്യാവ് 63 അല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് അവർ മത്സരിച്ചെന്നും നമ്മൾ വായിക്കുന്നില്ലേ? അവർക്കത് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുകയാണെന്നും മറുതലിക്കുകയാണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. എന്നാൽ ഭക്തനായ ദാവീദിന് കാര്യം മനസ്സിലായി, ആത്മനടത്തിപ്പുണ്ട് തൻ്റെ മേലെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിന് എന്നിൽ നിന്ന് എടുക്കരുതെന്ന്. എന്ന് പറഞ്ഞാൽ ആത്മാവ് അവരെ നടത്തുന്നു, പക്ഷേ അകത്ത് വന്ന് വാസം ചെയ്യുന്നില്ല. അത് പുതിയ നിയമ കാലഘട്ടത്തിൽ മാത്രമാണ്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. പാപം പുറത്തുപോയി തൽസ്ഥാനത്തേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു. രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുകയാണ് നമ്മൾ. രക്തത്താൽ മറയ്ക്കപ്പെടുകയാണ് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല, രക്തത്താൽ കഴുകൽ പ്രാപിക്കുകയാണ്. അങ്ങനെ കഴുകൽ പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി മാംസളമായ ഹൃദയത്തിനുടമകളായി തീരുകയാണ്. നോക്കണം, വൻ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. വൻ കാര്യങ്ങൾ, കുഞ്ഞുകളിയല്ല, ഭയങ്കര സംഭവങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള പ്രയാണത്തിൽ പാപ സ്വഭാവങ്ങളുണ്ടാകും നമ്മിൽ. അതിന് നമ്മൾ പറഞ്ഞ ഉദാഹരണം ഓർത്തു നോക്കി. വളരെ മനോഹരമായൊരു ബിൽഡിങ്, വെളുത്ത ടൈൽസ് ഇട്ടിരിക്കുന്നു. ചളയിൽ കിടന്ന് ഉരുണ്ട ഒരു പന്നി അതിനകത്തുണ്ട്. ചീഞ്ഞളിഞ്ഞൊരു പന്നി അതിൽ കിടക്കുകയാണ്. ആ പന്നിയെ പുറത്താക്കി കഴിഞ്ഞാലും ആ പന്നി നടന്നു പോയൊരു പാടതിനകത്തുണ്ട്, പന്നിയുടെ കാൽപ്പാട് അതിനകത്തുണ്ട്. അതാണ് നാം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് സാധിപ്പിച്ചിരിക്കുന്നത്. ദേഹം ദേഹി പെൻഡിങ് ആണ്. അപ്പോൾ വീണ്ടെടുപ്പിൻ പ്രക്രിയ പൂർത്തീകരിക്കാനുണ്ട്. അതായത് നാം രക്ഷിക്കപ്പെട്ടു, ഇനി തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ പൂർത്തീകരണം വരെ ആ സമർപ്പണത്തിൽ തന്നെ ആയിരിക്കണം, അല്ലേ? നാം രക്ഷിക്കപ്പെട്ടു, രക്ഷയുടെ പൂർത്തീകരണം വരെ ആ സമർപ്പണത്തിലായിരിക്കണം. അതെല്ലാം ഇന്ന് പറഞ്ഞു വരേണ്ടിയിരുന്നത് ആ സമർപ്പണത്തിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ നമ്മൾ ഇളകി മാറരുത്. നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അങ്ങനെ ചെയ്യും. അപ്പം നാം എന്താ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നമ്മിൽ ആദാമ്യ പ്രകൃതിയുണ്ട്, പാപസ്വഭാവങ്ങളുണ്ട്, കാർണൽ നേച്ചർ ഉണ്ടെന്നായി പറഞ്ഞു വരുന്നത്. അതൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ മറികടക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. ഒത്തിരി വിശദമാക്കേണ്ടതാണ്. ഞാൻ അങ്ങനെ വിശദമാക്കിയാൽ അതൊരു വലിയ മെസ്സേജായിട്ട് അങ്ങനെ പോകും. അതുകൊണ്ട് ഇവിടെ ഞാൻ ആ വിഷയത്തിന് അർദ്ധവിരാമം ഇടുകയാണ്. എന്നിട്ട് നമ്മുടെ സഹോദരങ്ങളുടെ ആ നിരുത്തരവാദിത്വപരമായ ആ സമീപനം അതൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ ഹൃദയത്തെ ഒരിക്കലും തണുപ്പിക്കുന്ന കാര്യങ്ങളല്ല. അതെങ്ങനെ തണുപ്പിക്കാൻ പറ്റും? പാസ്റ്റർക്ക് ഒരു സ്വോത്രകാഴ്ച അയച്ചു തന്നാൽ തണുക്കുമോ? അങ്ങനെ തണുക്കില്ലെന്ന് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയവരും അറിഞ്ഞവരുമാണ്. അതല്ല തണുപ്പിക്കാനുള്ള വഴിയെന്ന് പറയുന്നത്. ആ പ്രസംഗങ്ങൾ കേട്ട് അതിലെ ഗൗരവമായ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് ഇടയ്ക്കൊന്ന് തിരിച്ചും ഒന്ന് മറിച്ചും ഒക്കെ നോക്കി അതൊന്ന് ഹൃദ്യസ്ഥമാക്കി, അല്ലെങ്കിൽ ഒരു ചെറിയ വോയിസ് ക്ലിപ്പിലോ അല്ലെങ്കിൽ ഒരു 2 ലൈനോ ഒക്കെ ഒന്ന് എഴുതി അയക്കുകയാണെങ്കിൽ അത് കേട്ടു, ഇപ്പോഴാണ് ആ കാര്യം ശ്രദ്ധിച്ചത്, അതിൽ നിന്ന് ഇന്നത് മനസ്സിലായി, ഇന്നിൻ്റെ കാര്യം മനസ്സിലായിട്ടില്ല എന്നും വേണേൽ പറയാം. ഒരു ചെറുവിരലനക്കിയില്ല. സാരമില്ല. ഇതൊക്കെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? 70 ഏറിയാൽ 80 ആ സമയമാകുമ്പോൾ ഒരു കുന്തവും മനസ്സിലാവില്ല പിന്നെ. അതുകൊണ്ടാണ് ഇപ്പോൾ സുപ്രസാദ കാലമാണ്, അടിസ്ഥാനം ഇട്ടോളാൻ പറയുന്നതാണ്. ഞാൻ എന്തിനാ ഈ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് നല്ല ബോധ്യമാണ്. ഒരു 60, 70, 80 ഒക്കെ കഴിഞ്ഞാൽ, അതായത് 70 വയസ്സിൽ ഒരാൾ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അയക്കിതെല്ലാം മനസ്സിലാകും. അത് ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷേ 30, 40 വയസ്സിൽ രക്ഷിക്കപ്പെട്ട് വന്നവൻ ചുമ്മാ തെക്ക് വടക്ക് നടന്നിട്ട് ഒടുക്കം 70 ഏറിയാൽ 80 ആ ഒരു സമയത്ത് ഇരുന്ന് കണക്ക് കൂട്ടി നോക്കാമെന്നൊക്കെ ചിന്തിച്ചാൽ നിൻ്റെ കണക്ക് കൂട്ടലെല്ലാം തെറ്റും പൊന്നു കുഞ്ഞച്ചാ.
എല്ലാം തെറ്റും. അതുകൊണ്ടാണ് പറയുന്നത് സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. തക്കത്തിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെന്നേ. നിങ്ങളിൽ പലരും അവരെയൊന്നും അറിയുന്നില്ലായിരിക്കാം. സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർ മണ്ടന്മാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം അവരെ മണ്ടന്മാരെന്ന് വിളിക്കും. കാരണം എന്നാ? സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു ദൈവവേദനെ കുറിച്ച് ലോകം അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ മുമ്പിൽ അവർ ഭോഷന്മാരാണ്. ആത്മീയ വിഷയത്തിന് ഗൗരവം കൊടുക്കുക. ആത്മീയ വിഷയങ്ങൾക്ക് ഗൗരവം കൊടുത്ത് അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ മറ്റുള്ളവരെന്തായിരിക്കും പറയുന്നത്? അത് കൊള്ളാം, 24 മണിക്കൂറും പാട്ടും പ്രാർത്ഥനയുള്ളോ എന്ന് ചോദിക്കില്ലേ? 24 മണിക്കൂറും പാട്ടും പ്രാർത്ഥനയൊന്നും നമ്മളാരും പറയുന്നില്ല. അസൈൻമെൻറ്റുകളാണിതെല്ലാം. ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും അങ്ങനെ പറയാറില്ലല്ലോ. ചിലപ്പോഴൊക്കെയല്ലേ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരാറുള്ളൂ. ആ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഫലപ്രദമായി അതിനെ കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയല്ലേ അതൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ സഹോദരങ്ങളെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്? ചരട് പൊട്ടിയ പട്ടം പോലെ നമ്മൾ കുറച്ചു നേരം പറന്നു കിടന്നു. അങ്ങനെ വേണേൽ ചിന്തിക്കാം. അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയെല്ലാം നമ്മൾ കറങ്ങി വന്നു. ഇതെല്ലാം പറഞ്ഞതിൻ്റെ രഹസ്യം എത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഡെപ്തുള്ള വിഷയങ്ങളാണ്, ആഴമുള്ള വിഷയങ്ങളാണ്. അതൊക്കെ പുറകിലേക്ക് പോയി ഒന്ന് കേട്ടിട്ട് വരികയാണെങ്കിലാണ് നമ്മൾ തുടർന്ന് മുന്നോട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളും കേട്ടാൽ ഗ്രഹിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാത്സല്യ ദൈവദാസൻ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ കൊടുത്ത മറുപടികളാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നമ്മൾ ഊന്നൽ കൊടുത്ത് പറഞ്ഞത് വിശ്വാസത്താലുള്ള നീതീകരണം, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾ അടുത്ത പടിയെന്നോണം സ്നാനത്തിന് തയ്യാറാകണം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗവുമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. പൗലോസ് തൻ്റെ 3-ാം മിഷൻ യാത്രയോടുള്ള ബന്ധത്തിൽ അങ്ങനെ സഞ്ചരിച്ച് എഫേസോസിൽ വരികയാണ്. എഫേസോസിൽ വന്ന സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം എഴുതുകയാണ്. എഫേസോസിൽ ഇരുന്നു കൊണ്ട് പിന്നീട് അവിടെ നിന്ന് മുൻപോട്ട് യാത്ര ചെയ്ത് മക്കതോനിയയിൽ വരുന്നു. 3-ാം മിഷൻ യാത്രയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ 3 വർഷക്കാലം താൻ ആസിയയിലുണ്ടായിരുന്നു, അതായത് എഫേസോസിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് താൻ മക്കതോനിയയിലേക്ക് വരുന്നു. ആ കാര്യം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലുണ്ട്. അങ്ങനെ മക്കതോനിയയിൽ നിന്ന് താൻ കൊരിന്തിലേക്ക് വരുന്നുണ്ട്. കൊരിന്തിലേക്ക് പിന്നെയും വരുന്നുണ്ട്. 3-ാം മിഷൻ യാത്രയൊക്കെ പര്യവസാനിപ്പിച്ച് കൊരിന്തി വരുന്നുണ്ട്. അങ്ങനെ കൊരിന്തിലിരിക്കുന്ന സമയത്താണ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ നോക്കണം, ഇതിൽ ആദ്യം എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ ലേഖനമാണ്. ഏകദേശം AD 56-ന്റെ ആദ്യ പാദമാണ് 1 കൊരിന്ത്യർ ലേഖനം എഴുതുന്നത്. അതിനുശേഷം മക്കതോനിയ വന്ന കാര്യം പറഞ്ഞല്ലോ. അവിടെ ഇരുന്നു കൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം ഏകദേശം AD 56-ന്റെ ഒടുവിൽ അത് എഴുതിയത്. അത് കഴിഞ്ഞ് കൊരിന്തിൽ വന്നപ്പോൾ ഏകദേശം AD 57-നോടനുബന്ധിച്ചാണ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി റോമാലേഖനം എഴുതുന്നത്. അത് ഏകദേശം AD 57-ന്റെ പരിസരത്താണെന്ന് കൂട്ടിക്കോ. അപ്പോൾ അതിൽ ആദ്യം വന്നത് കൊരിന്ത്യർ ലേഖനം, രണ്ടാമത് വന്നത് 2 കൊരിന്ത്യർ ലേഖനം, മൂന്നാമത് വന്നത് റോമാലേഖനം. ക്രമം പറഞ്ഞതാണ്. അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലേക്കും വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് കൊരിന്ത്യ സഭയോടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 6-ാം അധ്യായത്തിലേക്ക് വരും പറയുന്നത് എന്നാ? കൊരിന്തിലുള്ള ഓരോ വിശുദ്ധന്മാരോടും പറയുകയാണ്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. വ്യക്തിപരമായി അങ്ങനെ തറപ്പിച്ചും ഉറപ്പിച്ചും പറയുകയാണ് കാര്യങ്ങളെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കണം. ബുദ്ധിയുള്ള ഒരു ആരാധനയായി, ഒരു യാഗമായി സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇതൊന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടില്ല. ഇതെല്ലാം അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി അങ്ങ് പൂർത്തീകരിക്കുകയാണെങ്കിൽ പിന്നെ ലേഖനങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ. ദൈവസഭയുടെ ആരംഭം കുറിച്ചിട്ടുള്ളൂ. അങ്ങനെ സഭ മുൻപോട്ട് പ്രയാണം ചെയ്ത് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗം പ്രാപിച്ച ദൈവത്തിൻ്റെ അപ്പസ്തോലന്മാർ സഭയ്ക്ക് വേണ്ടുന്ന മാർഗരേഖകൾ, അതാണ് ഈ കത്തുകളിലൂടെ ലേഖനങ്ങളിലൂടെ ലഭിക്കപ്പെടുന്നത്. അത് വരുംകാലത്തേക്കുള്ള സഭയ്ക്കൊരു അടിസ്ഥാനമായിട്ടാണ് വരുന്നത്. വരുംകാലത്തെ സഭയ്ക്കൊരു അടിസ്ഥാനമായിട്ടാണ് അത് വരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇല്ലെന്നേ. ഒരു മിനിമം കാര്യങ്ങളെ അവിടെയുള്ളൂ. അവിടെ പറയുന്നതിൻ്റെ ഊന്നൽ ഇതാണ്. ആദ്യം രക്ഷയാണ്, രണ്ടാമത് സ്നാനമാണ്, പിന്നെ അവരുടെ മേൽ വാഗ്ദത്തം പോലെ ആത്മാവിനെ പകരും. അവർ അപ്പോസ്തലന്മാരുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം.
അതായത് ഏത് കാലഘട്ടത്തിലും ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന ശുശ്രൂഷകന്മാരും വിശുദ്ധന്മാരുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം. അതെല്ലാം അവിടെ നമ്മൾ കാണുകയാണ്. അപ്പം നുറുക്കലുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ് കർത്താവ് അനുവദിച്ചാൽ നാളെ അപ്പം നുറുക്കലുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ ഒരു പഠനത്തിലേക്ക് വീണ്ടും ന്യൂസിലാൻഡ് മീറ്റിങ്ങിൽ നമ്മൾ കടന്നിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ലോകകപ്പ് നേടി പലവിധമായ കോലാഹലങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. നമ്മളും നമ്മുടെ മെസ്സേജിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനോടുള്ള ഒത്തിരി പ്രതികരണങ്ങൾ നാനാ ദിക്കിൽ നിന്നൊക്കെ വന്നു. അപ്പോൾ നമുക്കതിന് കുറച്ച് മറുപടിയൊക്കെ പറയേണ്ടതുണ്ട്. അത് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഈ അപ്പം നുറുക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പം നുറുക്കണമെന്നേ, വിശുദ്ധന്മാർ അപ്പം നുറുക്കണം. അവർ കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി. അതിൽ ശുശ്രൂഷകനും വിശ്വാസിക്കും പങ്കാളിത്തമുണ്ട്. രണ്ടുപേരും കൂടെ അത് നുറുക്കുന്നത്, രണ്ടുപേരും കൂടെയാണ്. ആദ്യം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം നിങ്ങൾ കാണുന്നില്ലല്ലോ, പണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ശുശ്രൂഷകൻ ഒരു അപ്പം എടുത്ത് ഉയർത്തി അത് സ്തോത്രം ചെയ്ത് അത് 1, 2, 3 ഒക്കെ ആയിട്ട് അദ്ദേഹം നുറുക്കി നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് നാമം നുറുക്കിയെടുക്കുകയാണ്. അവിടെ നുറുക്കൽ നടക്കുകയാണ്. അതിന് ആത്മീയാർത്ഥങ്ങളാണെന്നേ. ആത്മീയാർത്ഥങ്ങളും ആഴങ്ങളുണ്ട്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നാളെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതിലേക്ക് വെളിച്ചം വീശുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പ്രയാണം ചെയ്യുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇനി ലേഖനങ്ങളിലേക്ക് വരുമ്പോഴാണ് ആഴങ്ങൾ വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മുടെ മുമ്പിൽ തുറന്നു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ സുവിശേഷം പറയുന്നവർ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അങ്ങനെ അത് പർവ്വതത്തിലെ മാതൃക പ്രകാരം സജ്ജമാക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ രക്ഷ തരാം. അങ്ങനെ തന്നെയാണെങ്കിൽ ഇപ്പോൾ രക്ഷ തരാം. അങ്ങനെയൊന്നും ആരും പ്രസംഗിച്ചില്ല, ഒരപ്പോസ്തലനും പ്രസംഗിച്ചില്ല. ഇപ്പോൾ ആളുകൾ അങ്ങനെയൊക്കെ ഇടയ്ക്ക് പ്രസംഗിക്കാറുണ്ട്. അതൊരു തോൽവിയാണെന്നുള്ളതല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല, മറ്റൊന്നും ഞാൻ പറയുന്നില്ല. സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് സുവിശേഷം മാത്രം പറയുക, അവിടെ മറ്റു വാക്കുകളൊന്നും പറയാതിരിക്കുക. സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് സുവിശേഷം മാത്രം പറയുക, അതല്ലാതെ വേറെ കാര്യങ്ങൾ അവിടെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ വിശ്വാസ വഴിയിലേക്ക് വന്നയാളോട് സംസാരിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ചും സമർപ്പിത ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചല്ലോ. അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? സഹോദരന്മാരെ, അല്ലെങ്കിൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ഈ പറഞ്ഞ നിലയിൽ കൊണ്ടുവരണം, ബുദ്ധിയുള്ളൊരു ആരാധനയായിട്ട് കൊണ്ടുവരണം. ഇതിനോടനുബന്ധിച്ച് പുറപ്പാട് 25-ാം അധ്യായം നമ്മളൊന്ന് തുറക്കുകയാണ്. 25-ാം അധ്യായം തുടങ്ങുമ്പോൾ വലിയവനായ ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിന് 2-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മളിങ്ങനെയാണ് കാണുന്നത്, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. ആരാ ഈ പറയുന്നത്? ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ. ആരോടാ പറയുന്നത്? മോശയോട്. മോശ ആരാ? ഇസ്രായേലിൻ്റെ നായകൻ അല്ലേ? മോശ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ നായകനാണ്. അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ചാക്കിയ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് മോശ. ആ മോശയോടാണ് പറയുന്നത്, എൻ്റെ ജനമായ ഇസ്രായേലിനോട് പറക എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ. അപ്പോൾ എൻ്റെ ജനമായ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവരാരാ? അവർ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടന്ന ജനം, ഊഴിയ വിചാരകന്മാരുടെ ചമ്മട്ടി മുതുകത്ത് വീണുകൊണ്ടിരുന്ന ഒരു ഇന്നലകളുള്ളവർ, ഇട്ടിയെ ഉണ്ടാക്കാൻ പെടാപ്പാട് വിടുന്നു, വയ്ക്കോലും കിട്ടുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ? അടിമത്തത്തിൻ്റെ പാരമ്യത്തിൽ കിടന്നവർ, അടിമത്തത്തിൻ്റെ മട്ടുവരെ വലിച്ചു കുടിച്ചവർ, അങ്ങനെ ഒരു കണ്ണിനും അലിവ് തോന്നാതെ കിടന്നതാണ്. കരച്ചിലോട് കരച്ചിലായിരുന്നു. ആ കരച്ചിൽ മുഴുവൻ സ്വർഗത്തിലെത്തി. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കരച്ചിലേ അത് സ്വർഗത്തിലെത്തിയിട്ടുണ്ടെന്ന്, അവരുടെ കണ്ണുനീര് സ്വർഗത്തിലെ ദൈവം തുരുത്തിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാ. അങ്ങനെ ഒരു ദുരന്തത്തിൽ കിടന്ന ജനമാ. അവരെയാണ് അവിടെ നിന്ന് വിടുവിച്ച് ചെങ്കടലും കടത്തി അവരുടെ കണ്ണാലെ അത്ഭുതങ്ങളെ കാണിച്ച് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് മരുഭൂമിയിൽ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് അവരെ നടത്തിക്കൊണ്ട് വരിക. അവരോട് പറയാൻ എനിക്ക് വഴിപാട് കൊണ്ടുവരണമെന്ന്. എനിക്ക് വഴിപാട് കൊണ്ടുവരണം. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് വല്ലതും കത്തിയോ നിങ്ങൾക്ക്?
ഈ പുള്ളികൾ ഇന്നലെ കിടന്നത് എവിടെയാണെന്നുള്ളതാണ് ഈ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഞാൻ 1 കൊരിന്ത്യർ 1-ാം അധ്യായം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. കുലഹീനവും ബലഹീനവും ഏതുമല്ലാത്തതും ഒന്നുമല്ലാത്തതും. ഒന്ന് ഓർത്ത് നോക്കിയേ. അഡ്രസ്സും ഇല്ല, പിൻകോഡും ഇല്ലാത്ത ഒരവസ്ഥ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നായിരുന്നു. ഇപ്പോൾ എന്താ പറഞ്ഞത്? ഇസ്രായേലിൻ്റെ ഇന്നലകളാണ് പറഞ്ഞത്. ഇസ്രായേലിൻ്റെ ഇന്നലകൾ. ആ കിടന്ന കിടപ്പ് ഓർമ്മയുണ്ടല്ലോ. അവരോടാണ് പറയുന്നത് വഴിപാട് കൊണ്ടുവരുവാൻ. എന്നിട്ട് അടുത്ത ലൈൻ എന്താ പറയുന്നതെന്ന് അറിയാവോ? നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയുകയാണ്, എനിക്ക് വേണ്ടി. അവരുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യഹോവയായ ദൈവം പറയുകയാണ്, എനിക്ക് വേണ്ടി അവർ വഴിപാട് തരുമോ? നല്ല മനസ്സോടെ തരുമോ? റോമാലേഖനം 12:1-2 ഓർത്തേ. ഒരുവൻ രക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന നിപ്പ് പാപത്തിൻ്റെ പടുകുഴിയിൽ മുങ്ങിച്ചാകാൻ തുടങ്ങിയതാ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കാണിക്കുന്നൊരു പിക്ചറില്ലേ, നിങ്ങളതൊക്കെ മറന്നുപോയി സഹോദരങ്ങളെ. എത്ര വേഗം നിങ്ങളതൊക്കെ മറന്നത്. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലും കടത്തി മരുഭൂമിയിലൂടെ മുൻപോട്ട് കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ജഡ്ജസ് ചാപ്റ്റർ 2:17. അവരോ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ച് തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറിക്കളഞ്ഞു. അവർ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നതുപോലെ നടന്നതുമില്ല. ഈ വായിച്ച വാക്യത്തിൻ്റെ ഒടുവിൽ നമ്മൾ കണ്ടത്, അവർ തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറിക്കളഞ്ഞു. എനിക്ക് അത്രയും മാത്രം മതി. ഇങ്ങനെയെല്ലാം വലുവനായ ദൈവം നടത്തിക്കൊണ്ടുവന്ന ആ ജനം വേഗം അത് മറന്നു കളഞ്ഞെന്ന്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഒരുമിച്ച് കൂടിയ സമയത്ത് പലവിധമായ പിക്ചറുകൾ, പല കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ അതെല്ലാം കൊണ്ടുവന്ന് രക്ഷയുടെ മഹത്വം, അതിൻ്റെ ആഴം ഒക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. പലരും അതൊക്കെ സമയോചിതമായി അങ്ങ് മറന്നു കളഞ്ഞെന്നുള്ളതാണ് സത്യം, അല്ലേ? ഒരു വെള്ളത്തിനകത്തൊരു മനുഷ്യൻ മുങ്ങിച്ചാകുന്ന ആ ഒരു പിക്ചറൊക്കെ ഒന്ന് ഓർത്തു നോക്കി. താണ് പോകുന്ന ആ രംഗം. കൈ മാത്രം പൊങ്ങി നിൽപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിങ്ങനെ താണ് പോയിട്ട് കൈപ്പത്തി കാണാം. പിന്നീട് നമ്മളെന്താ കണ്ടത്? ആ വിരലുകൾ മാത്രമേ കണ്ടുള്ളൂ. താണ് പോവുകയാണ്, മുങ്ങി പോവുകയാണ്. അങ്ങനത്തെ അവസ്ഥകൾ. അങ്ങനെ പാപത്തിൻ്റെ പടുകുഴിയിൽ മുങ്ങിക്കിടന്ന നമ്മെ ആ ചേറ്റുകുഴിയിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ടുവന്നിട്ടാണ് നമ്മോട് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ളൊരു ആരാധനയായി ഒരു യാഗമായി സമർപ്പിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. സമർപ്പിച്ചില്ലേ നിന്നെ വെടിവെക്കുന്നൊന്നും അല്ല പറയുന്നത്, സമർപ്പിക്കുമോ എന്ന്. അതാണ് കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മൾ കണ്ടത്. ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ ലേവ്യപുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, എനിക്ക് വഴിപാട് കൊണ്ടുവരികയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരണം. വഴിപാട് കൊണ്ടുവരണമെന്നൊരു നിർബന്ധമില്ല. കൊണ്ടുവരികയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കൊണ്ടുവരേണ്ടത്, ഊനമില്ലാത്തതായിരിക്കണം. അതുപോലെ അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം അവിടെ പറയുന്നുണ്ട്, അതെല്ലാം പാലിക്കണം. ഇപ്പം തൽക്കാലം ഇങ്ങനെയുള്ളൂ, അടുത്ത ആഴ്ച ശരിയായ രീതിയിൽ കൊണ്ടുവരാം എന്നൊന്നും പറഞ്ഞ് നോക്കില്ല. അപ്പോൾ ഈ ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ അന്ന് പറഞ്ഞതിന് തുല്യമായ നിലയിൽ ഇപ്പോൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായം തുറന്നു വെച്ചിട്ട് നമ്മൾ പറയുകയാണ്, നല്ല മനസ്സോടെ തരുന്ന ഏവനോട് നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരെ വിടുവിച്ച വിധമോർത്താൽ, നടത്തിയ വിധമോർത്താൽ, ചെങ്കടലിലൂടെ വന്നത് എങ്ങനെയാണ്? ഉണങ്ങിയ നിലത്തിലൂടെ എന്ന വണ്ണമല്ലേ നടന്നു വന്നത്? അത്യത്ഭുതകരമായ കാര്യങ്ങളല്ലേ അത്. അവർ എലീമിലേക്ക് വന്ന ആ കാര്യങ്ങൾ ഓർത്താൽ, രഫീദീമിൽ പാറ പിളർന്നവർക്ക് ദാഹജലം കുടിക്കാൻ ലഭിച്ചത്, മാറായിലെ അനുഭവം. അതുപോലെ ഹോരേബി വന്നപ്പോൾ കണ്ട കാഴ്ചകൾ, മഹത്തരമായ കാഴ്ചകൾ, എന്തെന്തെല്ലാം വിധത്തിലാണ് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നടത്തിക്കൊണ്ടുവന്ന ആ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ നല്ല മനസ്സോടെ വഴിപാട് തരികയാണെങ്കിൽ തരിക എന്നുള്ള രീതിയിൽ. അതുതന്നെയാണ് രക്ഷിക്കപ്പെട്ട ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയോടും പറയാനുള്ളത്. പ്രബോധിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ദാസന്മാർ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളുടെ ശരീരം പർവ്വതത്തിലെ മാതൃക പ്രകാരം തന്നെ ആയിരിക്കണം. അപ്പോൾ മറ്റേ പാസ്റ്റർ അത് പറഞ്ഞില്ല, ഈ പാസ്റ്റർ അത് പറഞ്ഞില്ല, അവർക്കിങ്ങനെയല്ല, ഇവർക്കങ്ങനെയല്ല, മദാമ ഇങ്ങനെയാണോ, സായിപ്പ് ഇങ്ങനെയാണോ. സായിപ്പിൻ്റെയും മദാമയുടെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു സായിപ്പിൻ്റെ ഒരു നീണ്ട ലേഖനം, അത് ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോഴൊക്കെ താറുമാറായി പോയിട്ടുണ്ടെങ്കിലും കുറച്ച് പേർക്കൊക്കെ ഞാനത് അയച്ചു കൊടുത്തു. സായിപ്പും മദാമ വരെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അത് സജി പാസ്റ്റർ മാത്രമല്ല ഇങ്ങനെ പറയുന്നതെന്ന്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഏറ്റവും അടിയിൽ എഴുതി,
ദൈവമേ, ഇതൊരു മലയാളി അല്ല കേട്ടോ എഴുതിയത്, സായിപ്പ് എഴുതിയതാണെന്നും കൂടെ അടിയിൽ എഴുതി വെച്ചു. അല്ലെങ്കിൽ ആളുകൾ ചുമ്മാ കെറിവിക്കും നമ്മളോട്. ചുമ്മാ മലയാളികൾക്ക് തോന്നുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ ശരീരം സമർപ്പിക്കണം, യോഗ്യമായി വസ്ത്രം ധരിക്കണം, പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. അതേസമയം സായിപ്പിനും മദാമിക്കും ഇതൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. ഞങ്ങൾ സായിപ്പിനോട് അനുരൂപരാകുക എന്നാണ് ചിലർ പറയുന്നത്. നോക്കണം, സായിപ്പുമാരുടെ ഇടയിൽ ഒറ്റയും തെറ്റയും സായിപ്പ് ഉണ്ടെന്നേ. എല്ലാ സായിപ്പ് മദാമിയും ഉടുതുണി ഉരിഞ്ഞു കളഞ്ഞിട്ടല്ല നടക്കുന്നത്. വെളിവുള്ള സായിപ്പുമാരും ഉണ്ട്, ജെൻറ്റലായിട്ട് നടക്കുന്ന ആൾക്കാരും അല്ലേ. പണ്ട് കാലത്തെ മദാമ്മമാരുടെ ഒരു വേഷം രതീഷിൻ്റെ കയ്യിലുണ്ടോ? അത് നമ്മുടെ സൗകര്യമാരെ ഒന്ന് കാണിക്കാവോ? പണ്ട് കാലത്തെ മദാമ്മമാരെങ്ങനെയാണ് നടക്കുന്നത്, നിക്കറിട്ടാണോ നടക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇപ്പോൾ ആളുകളുടെ എല്ലാം വിചാരം നിക്കറൊക്കെ ഇട്ട് നടക്കാമെന്നാ. നിക്കറെന്നൊക്കെ കേട്ടിട്ടില്ലേ? രതീഷിൻ്റെ കയ്യിലില്ലാത്ത കോളില്ല, എല്ലാ കേസും ഉണ്ട്. കണ്ടില്ലേ പണ്ട് കാലത്തെ, അതായത് ഈ കളർ ഫോട്ടോയൊക്കെ ഇറങ്ങുന്ന കാലഘട്ടത്തിലെങ്ങാണ്ടുള്ളതാണ് അത്. ആ സമയത്ത് സഹോദരിമാർ നടക്കുന്നുണ്ടോ, അവരുടെ വസ്ത്രം കണങ്കാലിന് തൊട്ട് മുകളിൽ വരെ നിൽക്കും, തൊട്ട് മുകളിൽ വരെ. ഇന്ന് അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അങ്ങനത്തെ ഒരു ഗതികെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തോട് അനുരൂപരാകുകയാണ്. നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുന്നില്ലെന്നേ. നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുതെന്ന് പിന്നെയും പറയല്ലേ അവിടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുഞ്ചിരി മാത്രമേ നമുക്കതിന് തരാൻ കഴിയൂ. തിരക്കേടില്ലാത്തൊരു പുഞ്ചിരി. പിന്നെ ലേഖനങ്ങൾ കിടക്കുക. ഒരു ലേഖനത്തിൽ നിന്ന് ഈ വായിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് റോമാലേഖനം 13-ാം അധ്യായം നമ്മൾ തുറക്കുകയാണ്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യം, ചാപ്റ്റർ 13 വേഴ്സ് 12. രാത്രി കഴിയുവാനായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഈ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന സൂചന എന്താ? വെളിച്ചത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. നമ്മളെന്താ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്ര നേരം? ആഭരണധാരണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡെക്കറേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയോട് പറയുകയാണ് ശരീരം സമർപ്പിക്കണമെന്ന് 12-ാം അധ്യായത്തിൽ. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11 മുതൽ വായിച്ച് താഴേക്ക് വരുമ്പോൾ വിശ്വസിച്ച സമയത്തേക്കാൾ സമയം അടുത്തു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. രാത്രി കഴിവാറായി. നമ്മൾ രാത്രിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വെളിച്ചം വന്നിട്ടുണ്ട്, പക്ഷേ ഈ മുഴു ലോകവും രാത്രിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി വെളിച്ചത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. അത് എന്തെല്ലാമാണ് ഏതെല്ലാമാണെന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി പഠിച്ചോണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. സാധാരണഗതിയിൽ ചിന്തിക്കുന്നതെല്ലാം മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിൻ്റെ ചിന്തകളാണ് സാധാരണ ജനിക്കുന്നത്. അതിന് ബദലായിട്ട് പറയുകയാണ്, അങ്ങനെയല്ല വേണ്ടത്. വിശുദ്ധന്മാർക്ക് ഉചിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ അല്ലേ. വിശുദ്ധന്മാർക്ക് ഉചിതമായ കാര്യം എന്താ? ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവാൻ. 2 വാക്യം കൺമുമ്പിൽ തന്നു. അതിനു മുമ്പ് 12-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ശരീരം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പുസ്തകത്തിലുണ്ടെന്ന്. അത് അവർക്ക് മനസ്സിലായി, ഇവർക്ക് മനസ്സിലായോ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് മനസ്സിലായത് കൂട്ടുസൗരങ്ങളോട് പറഞ്ഞു തരികയാണ്. അല്ല, അവിടെ കൊണ്ട് തീർന്നോ? അവിടെ കൊണ്ട് തീർന്നില്ല. എഫേസ് ലേഖനം 6-ാം അധ്യായം തുറന്നാലോ? ഒന്ന് തുറന്നേ. എഫേസ് ലേഖനം 6-ാം അധ്യായം തുറക്കുമ്പോൾ അതിൻ്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളൂ. റോമാലേഖനത്തിൽ നമ്മൾ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ വരുമ്പോൾ സർവായുധ വർഗം ധരിക്കണമെന്നാണ് പറയുന്നത്. എഫേസ്യ സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് ഈ കത്തെഴുതുമ്പോൾ എത്ര ഗൗരവമായിട്ടാണ് അത് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് നോക്കി. 6-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ടെന്നാണ് പറയുന്നത്. അത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും പോരാട്ടമുണ്ട്. പോരാട്ടത്തിന് ഇറങ്ങി നിൽക്കുന്ന കർത്താവിൻ്റെ സൈന്യമാണ് ദൈവസഭ എന്ന് പറയുന്നത്. നിങ്ങൾ പട്ടാളക്കാരെയൊക്കെ കണ്ടിട്ടുള്ളവരല്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കാണണം. പട്ടാളത്തിൽ ആണുങ്ങളുമുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്. പട്ടാളത്തിൽ സ്ത്രീ പുരുഷന്മാരുണ്ട്. അതിൽ പുരുഷന്മാരൊക്കെ അവരുടെ ഈ ഹെയർ കട്ടിങ്, തലമുടി വെട്ടുക എന്ന് പറയും. ഹെയർ കട്ടിങ് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കുരുവിക്കൂട് കണക്ക് ഇങ്ങനെ കുത്തിപ്പൊക്കി ഇങ്ങനെയൊക്കെ കൊണ്ടുവയ്ക്കാനായിട്ട് സമ്മതിക്കുമോ?
അവരുടെ മേജർ കമാൻഡറും ഒക്കെ അല്ലേ, അവരുടെ സീനിയർ ഒഫീഷ്യൽസ് അത് സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. അതായത് മിലിറ്ററി കട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കട്ടിങ് തന്നെയാണ്. തോന്നിയതുപോലെയൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഡിസിപ്ലിൻ ഭയങ്കരമാണ്. ഇനി മിലിറ്ററിയിലുള്ള ലേഡീസിനെ എടുക്കാം. ആ ലേഡീസിന് മറ്റ് ലോകത്തിലുള്ള ലേഡീസുമാരെ പോലെ ഈ മിലിറ്ററിയിലുള്ള സ്ത്രീകൾക്ക് അല്ലേ, സൈന്യത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന അവർക്ക് അവരെ പോലെയൊക്കെയുള്ള കോമാളിത്തരങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റില്ല. അവരവരുടെ തലമുടി കെട്ടിവെക്കുന്നതാകട്ടെ, മറ്റ് കാര്യങ്ങളാകട്ടെ, ചുണ്ടത്ത് മറ്റേ ചായം പുരട്ടാവോ എന്ന് ചോദിച്ചോ, എൻ്റെ കർത്താവേ സ്വോത്രം അല്ലേലൂയ്യ, അതൊക്കെ വലിയ പാടുള്ള കാര്യമായിരിക്കും. അതൊക്കെ വലിയ പാടുള്ള കാര്യമാണ്. ഡിസിപ്ലിൻ ഭയങ്കരമാണെന്നേ. ഇന്ത്യൻ പട്ടാളം എന്നല്ല, ലോകത്തിലെ എല്ലാ പട്ടാളത്തിനും ഡിസിപ്ലിനുണ്ട്. ഭയങ്കര ഡിസിപ്ലിനാണ്. അപ്പം നമ്മെ സംബന്ധിച്ച് നമ്മെ ഒരു സൈന്യം എന്ന നിലയിലാണ് വിളിച്ചിരിക്കുന്നത്. സഭ എന്ന് പറയുന്നത് ഒരു സൈന്യമാണ്. ഇപ്പം ഈ ലോകത്തിൽ അനേകം സമൂഹങ്ങളുണ്ട്. അവർക്കൊക്കെ ബോധിച്ചതുപോലെ നടക്കാം. വിശുദ്ധന്മാർക്ക് ഉചിതമല്ല അതൊന്നും. വിശുദ്ധന്മാർ ആ ഒരു അച്ചടക്കത്തിൽ മുൻപോട്ട് പോകേണ്ടതുണ്ട്. അച്ചടക്കത്തിൽ മുൻപോട്ട് പോകേണ്ടതുണ്ട്. എന്താ വായിച്ചത്? സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. സർവായുധ വർഗം എന്തെന്ന് അവിടെ ഇല്ലേ? രക്ഷ എന്ന ശിരസ്ത്രം ഉണ്ടെങ്കിൽ നീ മിടിക്കുക. അതില്ലാതെ നീ തട്ടാൻ്റെ മുമ്പിൽ പോയി കുനിഞ്ഞു നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ന്യായമായ ചോദ്യമാണ് അല്ലേ? അങ്ങനെയൊക്കെയല്ലേ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. വിശ്വാസം എന്ന പരിചയം നമ്മുടെ പ്രിയപ്പെട്ടവൻ്റെ കയ്യിലോ പ്രിയപ്പെട്ടവളുടെ കയ്യിലോ ഇല്ല, കാര്യമായിട്ടില്ല. പരിചയയുടെ ആ ഒരു സാധനം ഇങ്ങനെ മാത്രം കയ്യിലുണ്ട്, പരിചയയുടെ ബാക്കിയൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യമൊക്കെ പറയുമ്പോൾ 100 നാവാ. ഏത്? അങ്ങനെ വാക്യമുണ്ടോ പാസ്റ്ററെ? തെളിയിക്കൂ പാസ്റ്ററെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ശരി, തെളിയിക്കാം, തിടുക്കപ്പെടല്ലേ. താങ്കളുടെ കയ്യിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഈ സർവായുധ വർഗം താങ്കൾ ധരിക്കുന്നുണ്ടോ? വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ തന്നെയാണോ ധരിച്ചിരിക്കുന്നത്? അതെയോ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കുകയാണ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മോഹങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, കൊച്ചുകുഞ്ഞുദേശിയുടെ മകള് ആഭരണധാരണത്തിന് താല്പര്യപ്പെട്ടു. അത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആദ്യം ചോദിച്ചു വേണോ വേണ്ടയോ എന്നൊക്കെ. കൊച്ചു നിർബന്ധം പറഞ്ഞു, അയ്യോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി ആകാം, അടുത്ത ദിവസം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ട് മോളോട് പറഞ്ഞു, വൈകിട്ട് കുളിച്ച് അത്താഴം കൊണ്ട് കിടക്കാൻ നേരത്ത് ഇത് അണിഞ്ഞിട്ട് മോള് കിടന്നോ, രാവിലെ ഊരി വെച്ചേക്കാൻ പറഞ്ഞു. കൊച്ചു തിരിച്ചു ചോദിച്ചു തന്നെ, അത് കൊള്ളാം, രാത്രി കിടക്കാൻ നിർത്തിയത് എന്തിനാ? ഇത് മനുഷ്യരെ കാണിക്കാനല്ലേ എന്ന്. അത് കൊള്ളാം. നമ്മൾ സത്യക്രിസ്ത്യാനികൾ ഇതൊക്കെ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ടവരാണോ? നമ്മൾ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന മനുഷ്യരല്ലേ? തീക്കുണ്ടത്തിൽ പോകേണ്ടവരായിരുന്നു. ചേറ്റുകുഴിയിൽ കിടന്നവരാ നമ്മൾ. നമ്മൾ കൃപയാൽ ഉദ്ധരിക്കപ്പെട്ടു വന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമ്മോട് പറയുക, നിന്നെ തന്നെ ഒരു വഴിപാടായിട്ട് സമർപ്പിക്കാവോ എന്ന്. എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ മന്ദിരമായിട്ട് ഞാൻ നിന്നിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വിശുദ്ധ മന്ദിരമായി നിന്നെ സജ്ജമാക്കേണ്ടതുണ്ട്. എൻ്റെ സാന്നിധ്യം നിന്നിൽ പകരേണ്ടതുണ്ട്. എൻ്റെ മഹത്വത്താൽ നിന്നെ മൂടേണ്ടതുണ്ട്. ഒന്ന് സമർപ്പിക്കാമോ? ഒരു യാഗമായി ബലിപീഠത്തിലേക്ക് മനഃപൂർവമായി ഒരു നിഷ്കളങ്ക യാഗമായി മനസ്സോടെ കൊണ്ടുവരാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അന്നേരം നമ്മൾ തമ്പുരാനോട് കോടി ചോദിക്കുന്നത്. അതിന് അങ്ങനെ ഏത് അപ്പോസ്തലനെ കൊണ്ട് അങ്ങ് എഴുതിപ്പിച്ചതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഏത് അപ്പോസ്തലനെ കൊണ്ടാണ് ഇത് പറയിപ്പിച്ചത്? ഈ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് ഏറ്റെടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഏറ്റെടുത്താൽ തടി കേടാകാതിരിക്കും, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഈ വാക്യങ്ങളിലൂടെയൊക്കെ എന്താ നമ്മൾ കണ്ടത്? നമ്മൾ കണ്ടത് ഇത്രയേ ഉള്ളൂ. സർവായുധ വർഗം ധരിക്കണം, ക്രിസ്തുവിനെ ധരിക്കണം, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഒന്നുകൂടെ ഓടി വരിക. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 8-ന്റെ 23-ാമത്തെ വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ വാക്യമൊക്കെ വായിക്കുന്ന ഒരു സത്യക്രിസ്ത്യാനി എന്താ മനസ്സിലാക്കേണ്ടത്? എൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു കഴിഞ്ഞു, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കാനുണ്ട് അല്ലേ? എൻ്റെ ദേഹിയിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന കാഹളം ധരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എൻ്റെ മരണം കൊണ്ടാണ്.
അപ്പോൾ ഇപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിലൊരു ഞരക്കം. ഈ ശരീരം, വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടാത്ത ശരീരം, ഈ ശരീരം ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ആ ശരീരം വെച്ച് കളിക്കാൻ എനിക്ക് അനുവാദമില്ല. അപ്പം മറ്റേ ഇവരെ ഇതൊന്നും പറഞ്ഞ് വരല്ലേ എൻ്റെ പൊന്നെ. അവരെ ഇവരെയൊക്കെ പറഞ്ഞുകൊണ്ട് വരല്ലേ. മലയാളത്തിലല്ലേ ഈ പറയുന്നത്, കേൾക്കാൻ മേലേ. ഈ ശരീരത്തിൽ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഞരക്കമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ ഞരക്കമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഞരക്കമില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒരു ഞരക്കമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കണ്ടേ, അവരുടെ ഇവിടെയൊക്കെ പ്രസംഗം കേട്ടിട്ട് യൂട്യൂബിലൊക്കെ പോയി പെന്തിക്കോസ്തുകാർക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് വന്ന് ചോദ്യം ചോദിക്കാൻ വരല്ലേ? ഈ പറഞ്ഞ പുള്ളികൾക്കൊന്നും ഇതിൻ്റെ അടിസ്ഥാനം വെളിപ്പെട്ടിട്ടില്ലെന്നേ. മറ്റുള്ളവരെ ഒന്നും നിന്ദിക്കുന്നോ പുച്ഛിക്കുന്നോ ഒന്നുമല്ല. ഈ പുള്ളികൾക്ക് ഇതൊന്നും വെളിപ്പെട്ടിട്ടില്ലെന്ന് ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പല നിലകളിൽ ഈ കാര്യങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ തലമുടി നാര് കീറുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും സാധാരണ മട്ടിൽ ഉണ്ടു ഉറങ്ങി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പോകുമ്പോൾ നമ്മൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ കർമ്മനിരതരായിട്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്ക്. പ്രമാദമായ കേസുകളൊക്കെ സംഭവിക്കുന്നത് കണ്ടിട്ടില്ലേ? വളരെ പബ്ലിസിറ്റി ലഭിക്കപ്പെട്ടതായ ചില കൊലപാതകങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ന്യൂസിലൂടെയൊക്കെ നമ്മൾ കേൾക്കും, നമ്മൾ ശ്രദ്ധിക്കും, കൊള്ളാം എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് നമ്മുടെ പാട്ടിന് പോലെ ആര് ചത്തു ആര് കൊന്നു അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. അതേസമയം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ആ ടീം എന്ന് പറയുന്നത് അവർക്ക് ഊണുമില്ല ഉറക്കവുമില്ല. അവർ കുറച്ച് സമയമൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത്. അവരിങ്ങനെ നിരന്തരം ഒരു തലമുടിനാര് കിട്ടിയിരിക്കുന്നു. അത് കൊള്ളാം. ഒരു തലമുടി ആകപ്പാടെ ഒരു മാസം അന്വേഷിച്ചിട്ട് ഒരു തലമുടിനാരാണ് കിട്ടിയത്. പിന്നെ ആ തലമുടിനാര് തിരിച്ചിട്ട് മറിച്ചിട്ട് നോക്കി അതിൻ്റെ DNA, അതിൻ്റെ അതിൻ്റെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞ് എന്ന് വേണ്ട അത് വെച്ചിട്ട് അയ്യോ പിന്നെ അങ്ങോട്ട് നൂലെ പിടിച്ച് കയറുന്ന പോലെ അങ്ങ് കയറുകയാണ്. ഒടുക്ക ഒരുത്തിൻ്റെ കയ്യിൽ കയ്യാമം വയ്ക്കും. അത്ര തന്നെ. ഒരു തലമുടിനാരും കൊണ്ടോ അത് മതിയെന്നേ. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഉണ്ടു ഉറങ്ങിയൊക്കെ നിങ്ങൾ പുതപ്പ് മൂടി പുതച്ചിട്ട് കിടന്ന ഉറങ്ങിയില്ലേ? ആ സമയത്തൊക്കെ നമ്മൾ ജാഗരൂകരായിട്ട് നിൽക്കുകയാണ്. ഉപദേശത്തിൻ്റെ കാറ്റുകൾ അടുപ്പിക്കുന്ന, കൊടുങ്കാറ്റുകൾ അടുപ്പിക്കുന്ന ബിരുദന്മാരെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വിശുദ്ധന്മാരുടെ ബിരുദ തെറ്റിക്കാൻ വേണ്ടി, വലിച്ചു കളയാൻ വേണ്ടി, ലോകമയത്വത്തിലേക്ക് തള്ളിക്കളയാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവരെയൊക്കെ നമ്മളിങ്ങനെ ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ചിലതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഒരു കച്ചിത്തുരുമ്പായിരിക്കും തുടക്കത്തിൽ കിട്ടുന്നത്. പിന്നെ അങ്ങനെ പിടിച്ചു കയറും, സംശയം തോന്നും. അങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നതും കേൾക്കുന്നതിലൊക്കെ സംശയിക്കും. അതുകൊള്ളാം. പോലീസും പാസ്റ്ററും അങ്ങനെയാണ്. പോലീസുകാരൻ ആരെ കണ്ടാലും സംശയിക്കും, പാസ്റ്ററും സംശയിക്കും. അതെന്താ? സംശയിക്കാതെ തരവില്ലെന്നേ. നമ്മൾ സംശയിച്ചു പോകും. ഈ പുള്ളിക്കാരൻ ആരാ, ഏതാ, എന്താ? യോശുവ ചോദിച്ച പോലെ നീ ഞങ്ങളുടെ പക്ഷത്തുള്ളതാണെന്നൊക്കെ ചോദിച്ചതുപോലെ നമ്മളിത് നമ്മുടെ പക്ഷത്തുള്ളതാണോ, ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നതാണോ എന്നൊക്കെ പരതും. അങ്ങനെയൊക്കെ അന്വേഷിക്കും. അതൊക്കെ ബോധ്യമാകുമ്പോഴാണ് വിശുദ്ധന്മാരുടെ നടുവിൽ ചിലതൊക്കെ അങ്ങ് തുറന്നു പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഊണും ഉറക്കമൊക്കെ കളഞ്ഞ് കണ്ണിലെണ്ണ ഒഴിച്ച് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്. അന്നേരം നിങ്ങൾ പറയുക ചുമ്മാ കുറ്റം പറയാന്നൊക്കെ. അങ്ങനെ പറയുന്ന ആൾക്കാരെ കേട്ടിട്ടില്ലേ? അയ്യോ, ഞാൻ ചിരിച്ചോണ്ടാ കേട്ടോ ഇതൊക്കെ പറയുന്നേ. അവരെ മന്ദബുദ്ധി എന്ന് എങ്ങനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കാമായിരുന്നു. ബുദ്ധി തീരെ കുറവാണ്, അതുകൊണ്ട് അങ്ങനെയും വിളിക്കാൻ പറ്റില്ല. നോക്കണം, ഈ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ നമ്മൾ എന്തുമാത്രം അധ്വാനിക്കണം, എന്തെല്ലാം അന്വേഷണങ്ങളിലേക്ക് പോകണം, എന്തെല്ലാം പഠനങ്ങൾ നടത്തണം അല്ലേ? ചുമ്മാ ഇങ്ങ് വന്നിട്ട് പറയാമെന്നാണോ വിചാരിച്ചത്? അങ്ങനെ ചുമ്മയൊന്നും പറയുന്നതല്ല. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ഞരക്കം. വിശുദ്ധന്മാർക്ക് ആ ഞരക്കം ആവശ്യമാണ്. നമ്മുടെ സഹോദരന്മാർക്ക് ഈ ഞരക്കം ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെ ഞരക്കമുള്ളവരെ സംബന്ധിച്ച് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഞരങ്ങുമോ? ഇതൊക്കെ അറിയാതിരുന്നെങ്കിൽ നന്ന്, അത്ര തന്നെ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് വേറെ ഞരക്കങ്ങൾക്ക് പോകുമ്പോഴാണ് കുഴപ്പം. ഒരുപക്ഷെ ഇന്നലകളിൽ നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടാവില്ലെന്നേ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ കാര്യങ്ങൾ തെളിവായി കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ആ ദൈവദാസൻ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ച ചോദ്യവും അതുപോലെ വെളിയിൽ മറ്റ് പല സഹോദരങ്ങളിൽ നിന്നും വന്ന ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങളെ ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ചോദ്യം ഇങ്ങനെയാണ്. അതായത് ഒരാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുൻപോട്ട് വരുമ്പോൾ അവർ ബൈബിളെല്ലാം പഠിച്ചിട്ടാണോ മുൻപോട്ട് വരുന്നത്?
അവരുടെ സ്വഭാവത്തിലും അവരുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാക്കി അവരെ മാലാഖയാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ സ്വിച്ച് ഇടുന്ന പോലെയൊക്കെ നടക്കുമോ? അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ്റെ കാര്യമായി പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും നടക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന് പറയുന്നത് അതും ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ഞാൻ തരുന്നത്. നമ്മൾ ആരും പറഞ്ഞില്ല സ്വിച്ച് ഇടുമ്പോൾ മാലാഖയാകണമെന്ന്. നമ്മൾ എന്താ പറഞ്ഞത്? രക്ഷ. അനുബന്ധമായി എന്താ പറഞ്ഞത്? സ്നാനം. സ്നാനത്തിലേക്ക് വരുമ്പോൾ അപ്ലൈ ചെയ്യുന്ന വാക്യങ്ങളായി പറഞ്ഞത്. ശരീരം പർവ്വതത്തിലെ മാതൃക പ്രകാരം ഏൽപ്പിച്ചു കൊടുക്കണം. ഇനി ഈ ശരീരം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മന്ദിരമാണ്, വലിയവനായ ദൈവം വന്ന് വാസം ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ആ സമർപ്പണത്തിലായിരിക്കണം, അങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അത് പറഞ്ഞു വരുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം മുഴുവനും മാലാഖയെ പോലെ ആകണമെന്നോ അവരെല്ലാ കാര്യത്തിലും കുറ്റമറ്റവരായി തീരണമെന്നോ ഒന്നും ഇവിടെ ആരും ശടിച്ചില്ല. നമ്മൾ ആകെ പറഞ്ഞ ഒരേ ഒരു പോയിന്റ് ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരൊറ്റ പോയിന്റ്. എന്താ അത്? ശരീരം ബലിപീഠത്തിലേക്ക് ഏൽപ്പിക്കണം. ഇതിൻ്റെ മേലെ എനിക്ക് അവകാശമില്ലെന്ന് സമ്മതിക്കണം. ഇതിനു വേണ്ടി വില കൊടുത്തവന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്നുള്ള ആ സമ്മതപത്രത്തിലേക്ക് വരണം. അതാണ് തീറാധാരത്തിൽ ഒപ്പിടുക എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു കോമാളിത്തരവും ഞാൻ ചെയ്യില്ല. അത് പറയുമ്പോഴാണ് ഇപ്പോൾ ചില പുള്ളികൾ ടാറ്റു അടിക്കണമെന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഈ ബാംഗ്ലൂരിലുള്ള ഒരുത്തനില്ലേ, ഒരു പേര് കേട്ട ഒരുത്തൻ, കേരളത്തിൽ കോട്ടയത്തൊക്കെ വന്ന് പ്രസംഗിച്ച് അവൻ്റെ ഭാര്യ എങ്ങാണ്ട് കറങ്ങാൻ പോകുന്നോ, അങ്ങനെ കറങ്ങാൻ പോകുന്ന സമയത്തും ആളുകൾ സഭയിൽ ധാരാളം വരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വിദ്വാനില്ലേ, ആ വിദ്വാൻ ഇപ്പോൾ പറയാണ് ടാറ്റു ഒക്കെ അടിക്കാമെന്ന്. ടാറ്റു അടിക്കാമെന്ന്. അതുപോലെ തന്നെ വേറെയും ചില പുള്ളികൾ എല്ലാം ടാറ്റു ഒക്കെ ആകാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. വിദേശത്തുള്ളൊരു വിദേശി പറയാണ് പുറമേ നിന്നുള്ളതൊന്നുമല്ല, അകമേ നിന്നുള്ളതാണ് മനുഷ്യനെ ദുഷിപ്പിക്കുന്നത്. ടാറ്റു അകത്തടിക്കാൻ പറ്റില്ല, ടാറ്റു പുറത്തേ അടിക്കാൻ പറ്റൂ. ടാറ്റു അടിക്കാം. ദൈവമേ, ഇവന്മാർക്കെല്ലാം ഭ്രാന്ത് പിടിച്ചു. ഈ ഭ്രാന്ത് പിടിച്ച ആൾക്കാരുടെ എല്ലാം കൂടെ നടന്ന് ഈ ജനമെല്ലാം ഒരു പരുവത്തിലാകും. എവിടെ ചെന്നെത്തുമെന്ന് തമ്പുരാനറിയാം. കിറുക്കല്ലേ ഈ പറയുന്നത്? ഇത് സമർപ്പിത ശരീരമല്ലേ, ഇതിനകത്ത് പച്ച കുത്താൻ പാടില്ലെന്നേ. ടാറ്റു ഗീറ്റു ഒന്നും ഇതിനകത്ത് അടിക്കാൻ പാടില്ല. അപ്പോൾ എന്താ ചോദ്യം? ഘട്ടം ഘട്ടമായിട്ട് പോരെ എന്ന് അല്ലേ? ഘട്ടം ഘട്ടമായിട്ട് ആൾ ഇങ്ങനെ ശരിയാവണ്ണം നമുക്ക് ഒറ്റയടിക്ക് ഇത് പറഞ്ഞ് ഒറ്റയടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ അതിന് ഒരു മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ശരി അങ്ങനെ ആട്ടെ, ഞാനും സമ്മതിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു വന്നല്ലോ, ഒരു കാര്യം ചെയ്യേ, കാല് രണ്ടും ബലിപീഠത്തിലേക്ക് വെക്ക്. അടുത്ത മാസയോഗം കഴിയുമ്പോൾ കൈ രണ്ടും വെക്ക്. അടുത്ത വർഷം ഇതേ ആണ്ടാകുമ്പോഴത്തേക്കും നിങ്ങളുടെ അര എടുത്ത് വെക്ക്. ഒരു 2 വർഷമൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നെഞ്ചെടുത്ത് വെക്ക്. ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്കും തലയും കൂടെ എടുത്ത് വെക്ക്. അപ്പോഴത്തേക്കും നിങ്ങൾ ആത്മീയത്തിലൊരു മിടുക്കന്മാരാകും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇതിനൊരു തംസപ്പ് തരാൻ ആരെങ്കിലും ഉണ്ടോ? ഞാനൊരു ഇളവ് തരിക. ഈ ഐഡിയയോട് യോജിക്കുന്നുണ്ടോ നിങ്ങൾ? ചവരന്മാരാരെങ്കിലും ഒന്ന് പറയാമോ എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട്? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പല ദൈവദാസന്മാർ, പല പ്രിയപ്പെട്ടവരൊക്കെ ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങളീ പറയുന്ന പോലെ ഒറ്റയടിക്കുന്നതൊക്കെ നടക്കുമെന്ന്. അപ്പം ഞാനതിന് പല്ലളിച്ച് കാണിക്കാനല്ല പറഞ്ഞത്, ഇതിനോട് യോജിക്കുന്നുണ്ടോയെന്നാണ് ചോദിച്ചത്. എങ്ങനെയുണ്ട്? ഞാനൊരു ഇളവ് നൽകുകയാണ്. നിങ്ങൾ ആദ്യം കാലെടുത്ത് വെക്കേ, പിന്നെ ഈ പറഞ്ഞ ഓരോരോ ഭാഗങ്ങളെടുത്ത് വെക്കേ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചാൽ മതിയോ സഹോദരങ്ങളെ? ഇതൊരാടിനെ തോലുരിച്ച് നിർത്തിയിരിക്കുന്ന രംഗമാണ്. ഇത് മുന്നമേ നമ്മൾ പറഞ്ഞിരിക്കുന്ന യാഗവുമായി ബന്ധപ്പെട്ട കാര്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ്. അതായത് വിശ്വാസ സ്നാനത്തിന് വരുന്ന ഒരുവൻ അവൻ്റെ ശരീരത്തെ ഒരു ബലിയായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ഇപ്പോൾ വായിച്ചല്ലോ റോമാലേഖനത്തിൽ. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോയപ്പോഴാണ് അന്ന് ഈ പിക്ചറൊക്കെ കാണിച്ചത്. അതായത് മൊത്തം തോലുരിച്ച് വെച്ചിരിക്കുകയാണ്. ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്? യാഗമൃഗത്തെ കൊണ്ടുവന്ന് അതിനെ അറുക്കുന്നു, അതിൻ്റെ തോലുരിക്കുന്നു, ഖണ്ഡം ഖണ്ഡമായി നുറുക്കുന്നു, വെള്ളത്തിൽ കഴുകുന്നു, അത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പോൾ യാഗമായി സമർപ്പിപ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാലേഖനത്തിൽ അത്രയേ ഉള്ളൂ. യാഗത്തിൻ്റെ വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾ ലേവ്യ പുസ്തകത്തിൽ വരണം. അവിടെ നമ്മളത് വിശദീകരിക്കും. അതിനാണല്ലോ ഉപദേശിമാരായി ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ അത് വിശദീകരിച്ച് പോകുന്ന കൂട്ടത്തിലാണ് പറയുന്നത്. നോക്കിക്കേ, ഈ ആടിൻ്റെ വാലിലെ തോല് അവിടെ ഇരിപ്പുണ്ട്. ബാക്കി എല്ലാ ഭാഗങ്ങളും തോലുരിച്ച് കളഞ്ഞു. ഒരു ഇച്ചിരി അവിടെ മിച്ചം. ലോകത്തിൻ്റേതായ ചില ചിന്തകൾ, ജഡത്തിൻ്റെ ചില അഭിലാഷങ്ങൾ, ചില താല്പര്യങ്ങൾ, കാര്യമായിട്ടൊന്നുമില്ല. ഒരു നൂല് വണ്ണത്തിലേ ഉള്ളൂ അല്ലേ? ഒരു നൂല് വണ്ണത്തിൽ ഒരു ചെറിയ മൊട്ട് പോലെയുള്ളൂ. അല്ലാതെ കണ്ടമാനമൊന്നുമില്ല. ഒരു ചെറിയ മൊട്ട് മാത്രം
പിടിപ്പിച്ചിട്ടുള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. അത്രയേ ഉള്ളൂ, ആ വാലിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ സമർപ്പണം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കാലും കൈയും കുറേശ്ശെ കയറ്റി വയ്ക്കുന്ന കാര്യമാണോ? റോമാലേഖനം 12 പറഞ്ഞത് സമ്പൂർണ്ണ സമർപ്പണമല്ലേ, ശരീരത്തിൻ്റെ സമർപ്പണമല്ലേ പറഞ്ഞത്. അതങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണമെന്നല്ലേ പറഞ്ഞേ. അല്ലാതെ നമ്മൾ ആത്മീയത്തിൽ വളരുന്ന കാര്യത്തെക്കുറിച്ചോ സ്വഭാവ രൂപീകരണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചോ നിങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് പഠിപ്പിക്കാമെന്നോ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടല്ല പഠിപ്പിക്കുന്നുണ്ടോ? ഇസ്രായേലിൽ ഒരുത്തൻ ഹോമയാഗം നടത്താനായിട്ട് ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ഇസ്രായേലുകാരൻ പറയാണ് ഹോമയാഗത്തോടുള്ള ബന്ധത്തിലൊരു കാര്യം ചെയ്യും, ഇന്ന് എൻ്റെ ആടിനെ അറുത്തോ, ഇന്ന് തോലുരിക്കണ്ട, ഇന്ന് അറുത്തിട്ടേരെ, അടുത്ത ആഴ്ചത്തെ മാസയോഗം കഴിഞ്ഞ് വരുമ്പോൾ തോലുരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ജനറൽ കൺവെൻഷൻ കഴിയുമ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് നുറുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പാസ്റ്റർ പോയിട്ട് മറ്റേ പാസ്റ്റർ വരുമ്പോൾ നമുക്കത് യാഗപീഠത്തെ കയറ്റാം. ഇങ്ങനെയൊക്കെയാണോ യഹൂദന്മാർ യാഗം അർപ്പിക്കാൻ വരുന്നത്? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കിതിൻ്റെ സീരിയസ്നെസ് അറിയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾക്കിതിൻ്റെ സീരിയസ്നെസ് പിടി കിട്ടിയിട്ടില്ല. നിങ്ങൾ പിടി കിട്ടിയാൽ പിന്നെ വായ തുറക്കില്ല, അത്രേ ഉള്ളൂ. വലിയവനായ ദൈവം നമ്മോട് പറയുകയാണ് നിങ്ങളുടെ ശരീരത്തെ ബലിയായിട്ട് ഏൽപ്പിക്കണമെന്ന്. ബലി എന്താണെന്ന് പഠിക്കേ. തങ്കും അങ്ങനെ പറഞ്ഞു, താരും ഇങ്ങനെ പറഞ്ഞു, മാരും ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തങ്കും താരും ഒന്നും അല്ല ദൈവസഭയുടെ ഉപദേശം സ്ഥാപിക്കുന്നത്. അത് കർത്താവ് വേലയ്ക്ക് വിളിച്ചിട്ടുള്ള അവൻ്റെ അഭിഷിക്തന്മാരാ. ഇത്രയും പറയുമ്പോൾ പെട്ടെന്ന് കോപിച്ചിറങ്ങി പോയേക്കരുത്. ഫോൺ തല്ലിപ്പൊളിക്കരുത്. ഫോൺ തല്ലിപ്പൊളിച്ചാൽ കാശ് നിങ്ങളുടെ തന്നെ പോവും, എൻ്റെ പോവില്ല, അത്രേ ഉള്ളൂ. ഞാൻ നല്ല മലയാളത്തിലാണ് നീ പറഞ്ഞു തരുന്നത്. ഈ പുള്ളികളെ ഒന്നും വേലയ്ക്കും വിളിച്ചിട്ടില്ല, കർത്താവുമായിട്ട് ഇവർക്കൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടെങ്കിൽ അവരുടെ ഒന്നും വായിന്ന് ഇതൊന്നും വരുന്നില്ലല്ലോ. ഈ വചനങ്ങൾ അവരുടെ വായിന്ന് വരുമോ? ഒരിക്കലും വരില്ല. വന്നാൽ അവരുടെ കട പൂട്ടി പോവും. അതുകൊണ്ട് അവരാരും ഇതൊന്നും പ്രസംഗിക്കില്ല. നമ്മെ സംബന്ധിച്ച് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, 2 തരത്തിലുള്ള ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. അതായത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പാപത്തിൻ്റെ പടുകുഴി കിടക്കുന്ന ആളുകളെ സുവിശേഷം കേൾപ്പിച്ച് ഉദ്ധരിച്ച് ദൈവരാജ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു വിധം ശുശ്രൂഷയാണ്, അല്ലേ? അത് ശുശ്രൂഷയുടെ ഒരു പടിയായിട്ട് കൂട്ടാം. ആ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവരാജ്യത്തിലെ ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവരെ വട്ടം കറക്കും. അതാണ് ഞാൻ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞത്. ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവരെ ഇട്ട് കറക്കും, പമ്പരം കറക്കുന്ന പോലെ ഇട്ട് കറക്കും. അത്ര തന്നെ കറക്കി ഇവിടെ ഇടും. അതേസമയം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത് എന്താ? അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് വന്ന ഏതൊരുവനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണം. അവരെ ശിഷ്യത്വത്തിൻ്റെ പടിക്കെട്ടുകൾ ചവിട്ടിക്കയറാൻ പ്രാപ്തരാക്കണം. അവരെ യോഗ്യന്മാരാക്കണം. അവരെ ജയാളികളാക്കണം. കുഞ്ഞാടിൻ്റെ കാന്തി എന്ന നിലയിൽ അവരെ അലങ്കരിക്കപ്പെട്ട് ഒരുക്കപ്പെട്ടവരായി സർവാഭരണ വിഭൂഷിതരായി ഈ പറയപ്പെട്ട എല്ലാ നിലയിലും തേജസ്സോടെ സിംഹാസനത്തിലേക്ക് നടന്നു വരുന്ന വരവുണ്ട് അവരുടെ. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ ഒരുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ കട തുറന്നു വെച്ചിരിക്കുന്നത്. അല്ലാതെ ആളുകളെ തിരിച്ചിടാനും മറിച്ചിടാനും രസിപ്പിക്കാനും അവരുടെ ചില്ലറ മേടിച്ച് അങ്ങനെ ചെയ്യാനും ഇങ്ങനെ ചെയ്യാനൊന്നും അല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മളീ പറയുന്ന കാര്യങ്ങൾ കഠിനമാണെന്ന് പറഞ്ഞ് എത്രയോ പേരാ പോയിരിക്കുന്നത്. പോയവർക്ക് തന്നെ നട്ടം. അവർ കരയുന്ന ദിവസം എപ്പോഴാണെന്നറിയാവോ? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോഴാണ് അനേക ദൈവദാസന്മാർ ലജ്ജിതരായി നിൽക്കുന്നത് നിങ്ങൾ കാണും. എഴുതി വെച്ചോ. കാരണം ദൈവത്തിൻ്റെ പദ്ധതികളെയും പ്ലാനുകളെയും മറിച്ച് കളയുന്നവരാണ് മെജോറിറ്റി ശുശ്രൂഷകരും. മറിച്ച് കളയുകയാണ് അവർ. ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തി ദൈവജനത്തെ ആ ഒരു നിലയിലേക്ക് കൊണ്ടുവന്ന് അവരെ ഈ ലോകത്തിന് അന്യന്മാരാക്കി മാറ്റണം. ഈ ലോകത്തിന് അനുരൂപരാക്കിയല്ല, ഈ ലോകത്തിന് അന്യന്മാരാക്കി മാറ്റണം. അതാണ് പുതിയ നിയമ ശുശ്രൂഷ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപങ്ങൾ, അതുപോലെ പലവിധമായ ദുർമോഹങ്ങൾ എന്ന് വേണ്ട ഈ കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും വിടുവിച്ചെടുക്കണം. അവരെ യോഗ്യന്മാരാക്കണം. അവരെ ഒരു സൈന്യം എന്ന നിലയിൽ അരുണോദയം പോലെ ശോഭയും കൊടികളോടുകൂടിയ സൈന്യമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് കാണുന്നില്ലേ നമ്മൾ? ആ കൊടികളോടുകൂടിയ സൈന്യമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ സഭയാണ് നമ്മൾ സജ്ജമാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു 100 ഗ്രാമിൻ്റെ ഇടുന്ന സഹോദരന്മാർ ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളോട് കോപിക്കരുത്. നിങ്ങളെ ഒന്നും ടാർഗറ്റ് ചെയ്തല്ല ഞങ്ങളിത് പറയുന്നത്. ഞങ്ങളിതിവിടെ സമർപ്പിതരായ സഹോദരന്മാരുണ്ട്. അവരവരുടെ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയും വീണ്ടും വർദ്ധിത വീര്യത്തോടെ മുന്നേറുവാനും വേണ്ടി അവരെ ഉത്തേജിപ്പിക്കാനും ഉത്സാഹിപ്പിക്കാനും വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഈ ആഭരണമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അവരെയൊക്കെ മോശക്കാരാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല. ഞാൻ മുന്നമേ ഒരു മെസ്സേജിൽ പറഞ്ഞു,
ആഭരണം ഉപയോഗിച്ചു എന്ന കാരണത്താൽ രക്ഷിക്കപ്പെട്ട ഒരുവനെ കർത്താവ് തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞു കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിശ്ചയമായും അവരൊക്കെ അവരുടേതായ നിലയിൽ അവർ വരേണ്ട സ്ഥലത്ത് വരും, അത്ര തന്നെ. അതേസമയം ഈ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, അതായത് ആ സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒരു തുടക്കമാണത്. സ്നാനത്തിലൂടെ അതൊരു തുടക്കം മാത്രമാണ്. സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ആ വാക്കുപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്താ സംഭവിച്ചത്? പാപസംബന്ധമായി മരിച്ച നമ്മെ അടക്കാൻ കൊണ്ടുവരികയാണ്. അങ്ങനെ സ്നാനത്തിൽ നാം അടക്കപ്പെടുകയാണ്. അവിടെ നമ്മൾ ലോകത്തിനും മരിക്കുകയാണ്. പാപസംബന്ധമായി മരിച്ചവൻ ലോകസംബന്ധമായി മരിക്കുന്നു. ലോകത്തിന് ഞാൻ അന്യനായി തീരുകയാണ്. അവനാൽ ഞാൻ ലോകത്തിനും, ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഭയങ്കര സംഭവമാണ്. അങ്ങനെ ക്രൂശൻ ചുമന്നുകൊണ്ട് പിന്നീടൊരു യാത്രയാണ് ലക്ഷ്യത്തിലേക്ക്, വിശുദ്ധ പർവ്വതത്തിലേക്ക് ഒരു യാത്രയാണ്. ആ യാത്രയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണിതെല്ലാം. ഏതാ? സ്വയത്തിൻ്റെ മരണം സംഭവിക്കണം. ഇനി സ്വയത്തിൻ്റെ മരണം സംഭവിക്കണം. അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴേക്ക് ഒടുവിലേക്ക് വരുമ്പോൾ എന്താ? ഞാനോ കുറയണോ അവനോ വളരണം എന്നുള്ള ആ നിലയിലേക്ക് എത്തി ഞാൻ ഇല്ലാതെയാകണം. ഞാനോ കുറയണം അവനോ വളരണം എന്നുള്ള നിലയിൽ ഞാൻ ഇല്ലാതെയായി തീരണം, തീർത്തും ഇല്ലാതെയായി തീരണം. നമ്മൾ സമാഗമന കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ, അതിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ, അതിനകത്ത് തനി തങ്കം കൊണ്ടുള്ള പണിയുണ്ട്. അതേസമയം മരം കൊണ്ടുള്ള പണിയിൽ തനി തങ്കം കൊണ്ടുള്ള കവറിങ്ങും ഉണ്ട്. തനി തങ്കമുണ്ട്. അതാണ് വിളക്ക് കാണിക്കുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികളെയെല്ലാം കത്തിച്ച് ചാമ്പലാക്കി പെട്ടിക്കകത്തേക്ക് അങ്ങ് എടുത്തു വെക്കുമ്പോൾ ചാരം മാത്രം. പാട്ടുപാടി നമ്മൾ കൊണ്ടുപോകില്ലേ? സമയമാം, അങ്ങനെയല്ലേ പാടുന്നേ? ആ പാട്ടൊക്കെ പാടി അത് പറയുമ്പോഴാണ് എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ കഴിഞ്ഞ ദിവസം മരിച്ചു. ഇന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അടക്കം. അതായത് എൻ്റെ ജ്യേഷ്ഠനാണ്. എന്നേക്കാൾ 2 വയസ്സിന് മാത്രം മൂത്തയാളാണ്. ഞാനിപ്പോഴും ഈ ഭൂമിയിലുണ്ട്. എൻ്റെ ഒരുക്കം പൂർത്തിയായിട്ടില്ല. എനിക്ക് അവസരം തന്നിരിക്കുകയാണ്. ഞാൻ ഞരങ്ങിക്കൊണ്ട് ഇതിനകത്തായിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ കിട്ടിയ വണ്ടിക്ക് പോയി. അതായത് നാട്ടിലാണ് ആ ഫ്യൂണറൽ നടക്കുന്നത്. ഞാനതിന് പോകാതിരുന്നത്. നമ്മളിന്ന് ഒത്തുകൂടേണ്ടതുണ്ട്. ഇതൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും പല കാര്യങ്ങളും എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ആ ഫ്യൂണറലൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഫ്യൂണറലൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ നടുവിൽ വന്ന് വചനം പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായോ? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെന്നുള്ളൊരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൗത്യം. അതുകൊണ്ടാണ് ഞെരങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ചെറിയ ഒരു ദൗത്യമല്ല ഏൽപ്പിച്ചിരിക്കുന്ന വേലയ്ക്കാണ് മിഷൻ. ആ മിഷനാണ് പ്രാധാന്യം. കല്യാണമോ മരണമോ, ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരൊക്കെ ചിലപ്പോൾ മരിക്കും. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുടെ കല്യാണങ്ങളൊക്കെ ഉണ്ടാവും, പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സാധാരണ വിശ്വാസികൾക്ക് എന്തും ചെയ്യാം. പക്ഷേ നമ്മൾ യുദ്ധമുഖത്ത്. ഒരു പടയാളി യുദ്ധമുഖത്തുനിന്ന് കല്യാണമെന്നോ മരണം എന്നൊക്കെ പറഞ്ഞ് അവർ പിന്തിരിഞ്ഞ് മാറിപ്പോകാറില്ല. കൂടെ യുദ്ധം ചെയ്യുന്നവൻ മരിച്ചു വീഴുമ്പോഴും അതിലേക്ക് ഒന്നൊക്കെ ചിലപ്പോൾ നോക്കുമായിരിക്കും. അവർ പിന്നെയും മുൻപോട്ട് മാർച്ച് ചെയ്ത് പോവുകയാണ്. അവർ പിന്തിരിഞ്ഞ് പോകുന്നവരോ അവർ വീടിനെക്കുറിച്ച് ഓർത്ത് കരയുന്നവരൊന്നുമല്ല. അങ്ങനെയുള്ളവരല്ല പടയാളികളെന്ന് പറയുന്നത്. അതുപോലെ നാമും അടർക്കളത്തിലാണ്. സർവായുധ വർഗം ധരിക്കാൻ വിളിക്കപ്പെട്ടവരെന്ന് നമ്മൾ വായിച്ചു. ഗഹനമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മേലാൽ കേൾക്കുന്ന ആളുകൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങൾ, നമ്മുടെ ഈ മെസ്സേജുകളൊക്കെ പിന്നീട് കേൾക്കുന്ന ആളുകൾക്ക് ഗ്രഹിക്കാൻ തക്കവണ്ണം ദൈവകൃപ അവരുടെ മേൽ ഉദിക്കേണ്ടതിന് പ്രാർത്ഥിക്കുക. അവരുടെ അകക്കണ്ണുകൾ കൂടുതൽ പ്രകാശിക്കേണ്ടതിന് നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. പലരും പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങൾ പലതുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവിൻ്റെ സഭ സജ്ജമാകേണ്ടതുണ്ട്. കാഹളം ധരിക്കാൻ കാലമായിരിക്കുന്നു. നമുക്ക് കേൾപ്പിക്കപ്പെട്ട വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിൽ സഞ്ചരിക്കാം. ഉള്ളിൽ ആ ഞരക്കം സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെ ഒരുക്കം. സകല പ്രിയപ്പെട്ടവരും ആ നിലയിലേക്ക് ഒരുങ്ങി വരണം. കേവലം നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് പുതിയ ഭൂമിയിൽ എത്തുക എന്നുള്ളതല്ല നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. തൻ്റെ പ്രിയപുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം.
തൻ്റെ മഹത്വം പ്രാപിപ്പാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. ആ മഹത്വത്തിലേക്ക് നമുക്ക് നടക്കാം. അതിനായി സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സജ്ജമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.